ക്രിസ്തുവിൻ്റെ വായിൽ നിന്ന് തന്നെ വന്ന വാക്കുകളാണ്. ഇവിടെ മോശയുടെ കാര്യം പറയുമ്പോൾ ഏകദേശം ക്രിസ്തുവുമായിട്ട് 1400ഓളം വർഷങ്ങൾ അത് തമ്മിലുള്ള വ്യത്യാസമുണ്ട്. അന്ന് നടന്ന ഒരു സംഭവത്തെ, ഒരു പ്രത്യേകമായ ആശയത്തെ ഒന്നുകൂടെ അവതരിപ്പിക്കുവാനും അതിൻ്റെ പ്രാധാന്യത്തിലേക്ക് കടന്നു വരുവാനും തക്കവണ്ണം യേശു ക്രിസ്തു ആഗ്രഹിക്കുകയും അത് അവിടെ സൂചിപ്പിക്കുകയും ചെയ്യുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ പ്രാധാന്യം എന്ന് പറയുന്നത്. മോശയും ക്രിസ്തുവും തമ്മിൽ ഏകദേശം 1400ഓളം വർഷങ്ങൾ പഴക്കമുണ്ട്. 1400-ൽ പരം വർഷങ്ങൾക്ക് മുമ്പ് നടന്ന ഒരു സംഭവം അതെന്താണെന്ന് സംഖ്യാപുസ്തകം 21-ാം അധ്യായം 4 മുതൽ 9 വരെയുള്ള വാക്യങ്ങളിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ബൈബിൾ വായിക്കുന്നവർക്ക് അത് പരിചിതമാണെങ്കിലും അത്രമാത്രം പരിചിതമല്ലാത്തവർക്ക് വേണ്ടി ചില വസ്തുതകൾ ഇവിടെ പ്രാരംഭമായിട്ട് ഓർപ്പിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഇസ്രായേൽ മക്കൾ ഈജിപ്തിൽ നിന്ന് അവർ കനാൻ ദേശത്തേക്ക്, വാഗ്ദാന ഭൂമിയിലേക്ക് ദൈവത്തിൻ്റെ വാക്കുകേട്ട് മോശയുടെ നേതൃത്വത്തിൽ നടന്നുപോയ ചരിത്രം ബൈബിളിൽ പുറപ്പാട് പുസ്തകത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. പുറപ്പാട് പുസ്തകത്തിൽ അത് രേഖപ്പെടുത്തുമ്പോൾ അവിടെ അവരുടെ യാത്രകളും അതിന് ആധാരമായ പല സംഭവ വികാസങ്ങളും ദൈവം പ്രവർത്തിച്ച അത്ഭുതങ്ങളും അവിടെ പ്രത്യേകിച്ച് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതിനുശേഷം അവർ കടന്നു വന്ന ഒരു പ്രത്യേകമായ സാഹചര്യത്തിൽ അവർക്ക് 40 വർഷങ്ങളോളം ചുറ്റി നടക്കേണ്ടതായിട്ട് വന്നു. ആ കാര്യങ്ങളെല്ലാം തന്നെ വളരെ കൃത്യമായിട്ട് പുറപ്പാട് പുസ്തകത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അവിടെ ചെങ്കടൽ അരികെയുള്ള വഴി അവർ അവസാനം അവിടെ എത്തുകയും ആ പ്രവേശിക്കുന്നതിന് മുമ്പ് സംഭവിച്ച ദാരുണമായ ഒരു സംഭവം സംഖ്യാപുസ്തകം 21-ാം അധ്യായത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത് ജനം പാപം ചെയ്തു. ആ പാപം മുഖാന്തരം ദൈവം അവർക്ക് അഗ്നിസർപ്പങ്ങളെ അയക്കുകയും അഗ്നിസർപ്പങ്ങൾ ഈ ജനത്തെ കടിക്കുകയും മരണം അവിടെ വ്യാപിക്കുകയും ചെയ്തു. അങ്ങനെയുള്ള സന്ദർഭത്തിൽ വലിയൊരു നിലവിളി ഉണ്ടായി. ഞാനത് പിന്നീട് ക്രമമായി വിവരിക്കും. പ്രാരംഭമായി അങ്ങ് പറഞ്ഞു വന്നു മാത്രമേ ഉള്ളൂ. ജനം വളരെയധികം നിലവിളിക്കുകയും മരണഭയത്താൽ നിലവിളിക്കുകയും ചെയ്ത ആ സന്ദർഭത്തിൽ രക്ഷയ്ക്ക് വേണ്ടി മോശയും ദൈവത്തോട് നിലവിളിച്ച ദൈവം ഒരു പ്രതിവിധി അവിടെ പറഞ്ഞു. അത് നിങ്ങൾ സംഖ്യാപുസ്തകം 21-ാം അധ്യായത്തിൽ 4 മുതൽ 9 വരെയുള്ള വാക്യങ്ങളിൽ അത് വളരെ വ്യക്തമായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. വാസ്തവത്തിൽ അത് നടന്നൊരു സംഭവമാണ്. അവിടെ ദൈവം ഒരു പ്രതിവിധി കൽപ്പിച്ചത്, ഒരു പിച്ചള സർപ്പത്തെ ഉണ്ടാക്കി മോശയോട് പറഞ്ഞു, നീ കൊടിമരത്തിൽ തൂക്കുക. ആരെങ്കിലും അഗ്നിസർപ്പത്തിൻ്റെ കടിയേറ്റാൽ അവർ മരിക്കുന്നതിന് മുമ്പായിട്ട് ദൈവത്തിൻ്റെ വാക്കിൽ വിശ്വസിച്ച് ആ പിച്ചള സർപ്പത്തിലേക്ക് നോക്കുന്നുവെങ്കിൽ അവർ ജീവൻ പ്രാപിക്കും. അത് ദൈവത്തിൻ്റെ ഒരു വാഗ്ദാനമാണ്, വാക്കാണ്. ആ വാക്കിൽ വിശ്വസിച്ച് അവിടെ എന്ത് സംഭവിച്ചു എന്നുള്ളത്, അനേക രക്ഷ പ്രാപിച്ചു, വിശ്വസിക്കാത്തവർ മരണത്തിലേക്ക് നീങ്ങപ്പെട്ടു. വാസ്തവത്തിൽ ഈ ചരിത്ര സംഭവം എന്ന് പറയുന്നത് ഇന്നൊരു യാഥാർത്ഥ്യമാണ്. ഇസ്രായേൽ സഞ്ചരിക്കുന്നവർക്കറിയാം, നെബോ പർവ്വതത്തിൽ ഇസ്രായേൽ ടൂറിസം തന്നെ ആ സർപ്പൻ്റെൻ ക്രോസ്, ഇന്നും ഒരു കുരിശിൻ്റെ രൂപത്തിൽ അവിടെ ഒരു സർപ്പം, പിച്ചള സർപ്പം അവർ ഈ സംഭവത്തെ ആധാരമാക്കിയിട്ട് അവിടെ നാട്ടിയിട്ടുണ്ട്. അത് ഇസ്രായേൽ ടൂറിസമാണ് അത് ചെയ്തിരിക്കുന്നത്. വരുന്നവർക്ക് ആ സ്ഥലത്തൂടെ ജോർഡൻ വഴിയൊക്കെ പോകുന്നവർക്ക് അത് കാണുവാൻ കഴിയും. അപ്പോൾ ഇസ്രായേൽ ടൂറിസത്തിന് പോലും നിഷേധിക്കുവാൻ കഴിയുകയില്ല ആ ചരിത്ര സംഭവം. അത്രമാത്രം 1400, ഇന്നേക്ക് 2000 വർഷമാകുമ്പോൾ 3400 വർഷങ്ങൾക്ക് മുമ്പ് സംഭവിച്ചതെങ്കിലും അവിടെ അത് സംഭവിച്ചൊരു കാര്യമായിട്ട്, അത് ചരിത്ര യാഥാർത്ഥ്യമായിട്ട്, ഒരു ചരിത്ര വസ്തുതമായിട്ട്, ഐഹികങ്ങളോ ഊഹാപോഹവുമായിട്ടല്ല, ചരിത്ര വസ്തുതയായിട്ട് അതവിടെ ഇന്നും കാണുവാൻ കഴിയും. ആ പിച്ചള സർപ്പത്തിൻ്റെ മാതൃക അവിടെ ഉണ്ട്. അത് നാം അവിടെ അത് കാണുവാൻ സാധിക്കുന്നത് അതിൻ്റെ ഏറ്റവും വലിയൊരു തെളിവാണ്. ഇതിനെ ആസ്പദമാക്കിയിട്ട് ക്രിസ്തു എന്ന് പറഞ്ഞിട്ടുള്ള വസ്തുതകളിലെ പ്രധാനപ്പെട്ട 4 കാര്യങ്ങൾ അവിടെ എടുത്ത് ചൂണ്ടിക്കാണിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഒന്ന്, പിച്ചള സർപ്പം ഉയർത്തപ്പെടുവാനുള്ളൊരു കാരണമുണ്ടായിരുന്നു. ആ കാരണം ഞാൻ പറഞ്ഞതുപോലെ മരണം വ്യാപരിക്കുന്ന അഗ്നിസർപ്പത്തിൻ്റെ കടിയേറ്റ് അവർക്ക് രക്ഷാപോകാൻ വഴിയായിട്ട് പിച്ചള സർപ്പം വന്നുവെങ്കിലും അതിൻ്റെ കാരണമായി തീർന്നത് അവർ ദൈവത്തിൻ്റെ വചനത്തെ അവിശ്വസിച്ചു. ഈ സാരമില്ലാത്ത ആഹാരമെന്ന് പറഞ്ഞുകൊണ്ട് ദൈവം അവർക്ക് ആഹാരത്തിനായി, ഭക്ഷണത്തിനായി നൽകിയ മന്നയെ നിഷേധിച്ചതാണ് അവിടെ ഏറ്റവും പാപകരമായ ഒരു കാരണമായി തീർന്നു. വാസ്തവത്തിൽ മന്ന എന്ന് പറയുന്നത് ദൈവവചനത്തിന് അത് തുല്യമായിട്ടുള്ളൊരു കാര്യമാണ്. അപ്പം മന്നയെ നിഷേധിക്കുക എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ വചനത്തെ നിഷേധിക്കുക എന്നുള്ളതാണ്. ലോകത്തിൽ ഒരിക്കലും നിഷേധിക്കുവാൻ പാടില്ലാത്ത ഒന്നുണ്ടെങ്കിൽ അത് ദൈവത്തിൻ്റെ വാക്കാണ്, ദൈവത്തിൻ്റെ വചനമാണ്. എന്നാൽ ഇന്നും ലോകത്തിൽ ഏറ്റവും അധികം നിഷേധിക്കുന്നത്, മനുഷ്യനെ നിഷേധിക്കുവാനുള്ള പ്രേരണ നൽകുന്നത്, ആ പ്രേരണ ഉണ്ടാക്കുന്നത് പ്രത്യേകിച്ച് അവിശ്വാസികൾക്ക് ദൈവത്തിൻ്റെ വചനമാണ്. ബൈബിൾ പറയുന്നത് മനുഷ്യൻ പാപിയായി തീർന്നത് തന്നെ ദൈവത്തിൻ്റെ വാക്കിലുള്ള അവിശ്വാസമായിരുന്നു. ദൈവത്തിൻ്റെ വാക്ക് അവർ അവിശ്വസിക്കുകയും
സാത്താനെ വിശ്വസിക്കുകയും ചെയ്തു. അതനുസരിച്ചുള്ള അനുസരണക്കേട് കാണിച്ചതുകൊണ്ടാണ് മനുഷ്യൻ പാപിയായി തീർന്നത്. അപ്പോൾ പാപം ലോകത്തിലേക്ക് പ്രവേശിച്ചത് തന്നെ മനുഷ്യൻ അനുസരണക്കേട് കാണിക്കുവാൻ കാരണമായി തീർന്ന ദൈവത്തിൻ്റെ വചനത്തിലുള്ള അവിശ്വാസമാണ്. വാസ്തവത്തിൽ അവിടെ സംഭവിച്ചത് അതാണ്. ഈ സാരമില്ലാത്ത ആഹാരമെന്ന് പറഞ്ഞുകൊണ്ട് മന്നെ പുച്ഛിച്ചു തള്ളിയ നിഷേധിച്ചപ്പോൾ അത് മരണകരമായൊരു പാപമായി തീർന്നു. ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ദൈവവചനത്തിൻ്റെ ശക്തി എന്ന് പറയുന്നത്, ദൈവവചനത്തിൻ്റെ ആധാരം എന്ന് പറയുന്നത്, ദൈവവചനത്തിൻ്റെ ആധികാരികത എന്ന് പറയുന്നത് അത് ചോദ്യം ചെയ്യപ്പെടുവാൻ അവകാശമില്ലാത്തതാണ്. അത് അനേകർ ചോദ്യം ചെയ്ത് നിത്യമായ നാശത്തിലേക്ക് പോകുന്നു. അവിടെ മന്ന വചനത്തിനെതിരെയുള്ള പാപമാണ് അവിടെ സംഭവിച്ചത്. അതാണ് മരണകാരണമായി തീർന്നതും പിച്ചള സർപ്പം എന്നുള്ള രക്ഷാവഴി ഉണ്ടാകുവാൻ കാരണമായി തീർന്നതും. വാസ്തവത്തിൽ ഒരു കാര്യം നാം അവിടെ മനസ്സിലാക്കണം, ഇത് ക്രൂശുമായിട്ട് ബന്ധമുണ്ടെന്നാണ് യേശു ക്രിസ്തു പറയുന്നത്. ഞാൻ അതിലേക്കാണ് ഇന്ന് എൻ്റെ വിഷയത്തിലേക്ക് പ്രവേശിക്കുവാൻ ആഗ്രഹിക്കുന്നത്. നിങ്ങൾക്ക് എൻ്റെ സന്ദേശങ്ങൾ, എൻ്റെ ഒരു വെബ്സൈറ്റ് ഉണ്ട്, sunnythomas.org. തിരഞ്ഞെടുത്ത പല സുവിശേഷ സന്ദേശങ്ങളും അതിലുണ്ട്. ഇതിൻ്റെ തന്നെ മറ്റൊരു വിധത്തിലുള്ള വ്യാഖ്യാനവും ഒരു വിചിന്തനവും ആ ഭാഗത്തുണ്ട്. ഞാനത് പറഞ്ഞു എന്നേ ഉള്ളൂ. ഇത് കഴിഞ്ഞിട്ടും മറ്റ് സന്ദേശങ്ങൾ കേൾക്കുവാൻ ആഗ്രഹമുള്ളവർക്ക് sunnythomas.org എന്നുള്ള സൈറ്റിലേക്ക് പ്രവേശിക്കുക. ഞാൻ മടങ്ങി വരട്ടെ. ഉയർത്തപ്പെടുവാനുള്ള കാരണം ദൈവവചനത്തെ മനുഷ്യൻ നിഷേധിച്ചു എന്നാണ്. ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന സ്നേഹിതരെ, ഒരിക്കലും നിങ്ങൾ നിഷേധിക്കരുത് ദൈവത്തിൻ്റെ വചനത്തെ ആദരിക്കുക. ബൈബിൾ പറയുന്നത്, നിങ്ങൾ അതിനെ ഉയർത്തിയാൽ അത് നിങ്ങളെയും ഉയർത്തും, നിങ്ങൾ അതിനെ താഴ്ത്തിയാൽ അത് നിങ്ങളെയും താഴ്ത്തും. അതുകൊണ്ട് ദൈവവചനത്തിനെ ഉയർത്തുക, ദൈവവചനത്തിന് ആവശ്യമായ പ്രാധാന്യം കൊടുക്കുക, ദൈവവചനത്തിനെ ആദരിക്കുക, ദൈവവചനത്തെ ഹൃദയത്തിൽ ഉൾക്കൊള്ളേണ്ടത് ആവശ്യമാണ്. അത് നിഷേധിച്ചപ്പോൾ സംഭവിച്ചത് അഗ്നിസർപ്പത്താലുള്ള കടി അവർ ഏൽക്കുവാൻ കാരണമായി തീർന്നു. അതുകൊണ്ട് ക്രൂശുമായിട്ട് ഇതിന് ബന്ധമുണ്ടെന്നാണ് ക്രിസ്തു പറയുന്നത്. ആ താതാത്മ്യത്തിലേക്ക് ഞാൻ പ്രവേശിക്കാൻ, ക്രൂശ് ഉയർത്തപ്പെടുവാനുള്ള കാരണം മനുഷ്യൻ പാപിയായി തീർന്നതുകൊണ്ടാണ്. മനുഷ്യൻ പാപിയായി തീർന്നതുകൊണ്ട് യേശു ക്രിസ്തുവിൻ്റെ ക്രൂശ് ഉയർത്തപ്പെട്ടു. അങ്ങനെ മനുഷ്യൻ പാപിയായി തീർന്നതുകൊണ്ട് യേശു ക്രിസ്തുവിൻ്റെ ക്രൂശ് ഉയർത്തപ്പെട്ടെന്ന് തന്നെയല്ല, യേശു ക്രിസ്തുവിൻ്റെ ക്രൂശ് ഉയർത്തപ്പെട്ടതുകൊണ്ട് പാപിയായ മനുഷ്യന് മരണത്തിൽ നിന്ന് ജീവനിലേക്ക് പ്രവേശിക്കുവാനുള്ള ഹേതു ഉണ്ടായി. നരകത്തിൽ നിന്ന് സ്വർഗത്തിലേക്ക് പ്രവേശിക്കുവാനുള്ള ഹേതു ഉണ്ടായത് യേശു ക്രിസ്തുവിൻ്റെ ക്രൂശ് ഉയർത്തപ്പെട്ടതാണ്. പിച്ചള സർപ്പം പോലെ ഉയർത്തപ്പെട്ട ക്രൂശ്. ഈ ദിവസങ്ങളിൽ ഇവിടെ പറയുന്നത് മുഴുവനും ക്രിസ്തുവിനെയും ക്രൂശിനെയും കുറിച്ചാണെങ്കിൽ അതിൻ്റെ യഥാർത്ഥമായ കാരണം ഏതാണ്? പാപിയായ മനുഷ്യന്, മരണം വ്യാപരിച്ച മനുഷ്യന്, മാനവരാശിക്ക് അവനെ രക്ഷപ്പെടുവാനുള്ള മാർഗമായി തീർന്നു, ഉയർത്തപ്പെടുവാനുള്ള കാരണമായി തീർന്നു. രണ്ടാമത്, ഉയർത്തിയ വ്യക്തി, ആ വ്യക്തിയുടെ പ്രത്യേകത. അവിടെ പറയുന്നത് മോശയാണ് ഉയർത്തിയതെന്നാണ്. എന്നാൽ യഥാർത്ഥമായി മോശ ഒരു ഉപകരണം മാത്രമായിരുന്നു. ദൈവമാണത് ഉയർത്തിയത്. ആ രക്ഷാവഴി ദൈവമാണ് ചെയ്തത്. ഉയർത്തിയ വ്യക്തി ദൈവം തന്നെയായിരുന്നു. മോശയെ ഉപകരണമാക്കി മാറ്റി എന്ന് മാത്രമേ ഉള്ളൂ. ദൈവത്തിൻ്റെ ദാസനായ മോശയെ ഉപയോഗിച്ചുകൊണ്ട് ദൈവം ഒരു രക്ഷാവഴി ഉയർത്തിയപ്പോൾ അതിൻ്റെ ആധികാരികത ദൈവത്തിന് തന്നെയായിരുന്നു. അത് ഉയർത്തിയ വ്യക്തി ദൈവമായിരുന്നു. ഞാനൊരു ചോദ്യം സാധാരണ ചോദിക്കാറുണ്ട്, എന്തുകൊണ്ടാണ് അതിൽ മനുഷ്യർ ഞങ്ങളോട് ചോദിക്കുന്നത് തിരിച്ചു ചോദിക്കാറുണ്ട്, എന്തുകൊണ്ടാണ് ദൈവം രക്ഷാമാർഗം ഒരുക്കിയത്? എന്തുകൊണ്ടാണ് ദൈവം അവിടെ രക്ഷാമാർഗം ഒരുക്കിയത്? കാരണം കടികൊണ്ട ഒരു മനുഷ്യനും, പാപിയായ ഒരു മനുഷ്യനും രക്ഷാമാർഗം ഒരുക്കുവാൻ കഴിയുകയില്ല. ഇതാണ് ബൈബിൾ നൽകുന്ന ഉത്തരം. അവിടെ അഗ്നിസർപ്പത്തിൻ്റെ കടിയേറ്റപ്പോൾ ഒരു രക്ഷാമാർഗം ഒരുക്കുവാൻ പാപിയായ ഒരു മനുഷ്യനും സർപ്പത്തിൻ്റെ കടികൊണ്ട ഒരു മനുഷ്യനും കഴിയുകയില്ലായിരുന്നു. അവനല്ല അതൊരുക്കേണ്ടത്, അവനൊരുക്കുവാൻ കഴിയുകയില്ല. ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന പ്രിയ സ്നേഹിതരെ, ലോകത്തിലുള്ള രക്ഷാവഴി മുഴുവനും മനുഷ്യൻ ദൈവത്തെ കണ്ടെത്തുവാനുള്ള അന്വേഷണത്തിൻ്റെ ഫലമായിട്ടുള്ളത് കൊണ്ട് അത് പരാജയത്തിലേക്ക് പരാജയത്തിലേക്ക് എത്തിച്ചേരുന്നു. കാരണം കടികൊണ്ട മനുഷ്യനല്ല രക്ഷാമാർഗം, മോക്ഷമാർഗം ഒരുക്കേണ്ടത്. പാപിയായ മനുഷ്യന് ഒരിക്കലും രക്ഷാമാർഗം ഒരുക്കി മോക്ഷത്തിലേക്ക് എത്തിച്ചേരുവാൻ കഴിയുകയില്ല, ദൈവത്തെങ്കിലേക്ക് എത്തിച്ചേരുവാൻ കഴിയുകയില്ല. മനുഷ്യൻ ദൈവത്തെങ്കിലേക്ക് എത്തിച്ചേരണമെങ്കിൽ ദൈവം ആ രക്ഷാമാർഗം ഒരുക്കേണ്ടത് ആവശ്യമാണ്. അതുകൊണ്ട് ദൈവത്തിൻ്റെ രക്ഷാമാർഗം ദൈവം തന്നെ ഒരുക്കി എന്നുള്ളതാണ്. കടികൊണ്ടവനല്ല രക്ഷാമാർഗം ഒരുക്കേണ്ടത്, കടികൊണ്ടവനല്ല, സർപ്പത്തിൻ്റെ കടികൊണ്ടവൻ ഒരിക്കലും പിച്ചള സർപ്പത്തെ ഉയർത്തുവാൻ കഴിയുകയില്ല. അവൻ മരണത്തിന് വിധേയപ്പെട്ടപ്പോൾ ദൈവം തന്നെ ഒരുക്കിയ രക്ഷാമാർഗം, പാപിയായ മനുഷ്യന് വേണ്ടി ദൈവം ഒരുക്കിയ രക്ഷാമാർഗം അവിടെ മോശമുഖാന്തരം ഒരുക്കിയപ്പോൾ ദൈവം തന്നെയാണ് അത് ചെയ്തത്. എന്തുകൊണ്ട് ദൈവം രക്ഷാമാർഗം ഒരുക്കി? പാപിയായ മനുഷ്യന്
രക്ഷയ്ക്ക് വേണ്ടി ഒരു മാർഗവും ഉണ്ടാക്കുവാൻ കഴിയുകയില്ല. അങ്ങനെ ഉണ്ടാക്കിയാൽ അത് പരാജയത്തിലേക്ക് എത്തിച്ചേരുകയോ. എന്തുകൊണ്ട് ദൈവം ക്രൂശ് മരണത്തിൽ ദൈവപുത്രനെ കൈവിട്ടു? ദൈവം പാപിയെ സ്നേഹിച്ചുകൊണ്ട് അവന് രക്ഷാമാർഗം ഒരുക്കുവാൻ തക്കവണ്ണം മറ്റ് യാതൊരു മാർഗവും ഇല്ലാത്തത് കൊണ്ട് അത് ദൈവത്തിൻ്റെ രക്ഷാമാർഗമായി തീർന്നു. അതിന് ചില വിധമായ വശങ്ങൾ ഞാൻ പിന്നീട് പറഞ്ഞുകൊള്ളാം. അതുകൊണ്ട് കടികൊണ്ടവൻ ഒരിക്കലും രക്ഷാമാർഗം ഒരുക്കുവാൻ കഴിയാത്തതുപോലെ പാപിയായ മനുഷ്യന് രക്ഷാമാർഗം ഒരുക്കുവാൻ കഴിയുകയില്ല. എല്ലാവരും പാപം ചെയ്ത് ദൈവ തേജസ് ഇല്ലാത്തവരായി തീർന്നു. സർവരും പാപം ചെയ്ത് ദൈവ തേജസ് ഇല്ലാത്തവരായി തീർന്നു. റോമാലേഖനം വളരെ വ്യക്തമായി പഠിപ്പിക്കുന്ന അതാണ്. അതുകൊണ്ട് ഈ രക്ഷയുടെ മാർഗം മരണത്തിൽ നിന്ന് രക്ഷിക്കുക എന്നുള്ളത് ദൈവത്തിൻ്റെ പ്രവൃത്തിയാണ്. ഇന്ന് രാത്രി ഇതുവരെയും യേശു ക്രിസ്തുവിനെ രക്ഷിതാവായി സ്വീകരിച്ചിട്ടില്ലാത്തവരാരെങ്കിലും എന്നെ കേൾക്കുന്നുണ്ടെങ്കിൽ കടന്നു വന്നതിൽ കൂടുതലും വിശ്വാസികളായിരിക്കാം. എന്നാൽ അവരുടെ ഇടയിൽ അവരുടെ സ്നേഹിതന്മാരായിട്ട് ആരെങ്കിലും കടന്നു വന്നിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഞങ്ങൾ ഈ ശബ്ദ പരിധിക്കുള്ളിൽ കേൾക്കുന്നവരായിട്ട് ഇതുവരെയും യഥാർത്ഥമായ പാപക്ഷമയുടെ അനുഗ്രഹം, നിത്യജീവന്റെ അനുഗ്രഹം, മോക്ഷത്തിൻ്റെ അനുഗ്രഹം പ്രാപിക്കാത്തവരായി ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇന്ന് രാത്രി അവരോട് പറയുവാനുള്ളത്, ദൈവമൊരുക്കിയ രക്ഷാമാർഗത്തിൽ നിങ്ങൾ വിശ്വസിക്കാത്തത് കൊണ്ടാണ്, അത് അന്വേഷിക്കാത്തത് കൊണ്ടാണ് നിങ്ങൾ ആ ലക്ഷ്യത്തിലേക്ക് ഇതുവരെ എത്തിച്ചേരാതിരിക്കുന്നത്. അതുകൊണ്ട് ദൈവമൊരുക്കിയ രക്ഷാമാർഗം മനുഷ്യൻ സ്വീകരിക്കേണ്ടത് ആവശ്യമാണ്. എല്ലാവരും പാപം ചെയ്തു ദൈവ തേജസ് ഇല്ലാത്തവരായി തീർന്നു. മനുഷ്യൻ ഒരിക്കലും ഒരു രക്ഷാവഴി തുറക്കുവാൻ കഴിയുകയില്ല. അങ്ങനെ തുറക്കുവാൻ ആഗ്രഹിക്കുന്നതെല്ലാം പരാജയത്തിലേക്ക് നിബന്ധിക്കും. മനുഷ്യൻ ദൈവമൊരുക്കിയ രക്ഷാമാർഗം, ദൈവം നിവർത്തിച്ച രക്ഷയുടെ വഴി സ്വീകരിക്കേണ്ടത് ആവശ്യമാണ്. മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത്, ഈ 1400 പരം കർത്താവ് ഇത് പറയുമ്പോൾ അതിന് 1400 പരം വർഷങ്ങൾക്ക് മുമ്പ് സംഭവിച്ച ആ ദാരുണമായ സംഭവത്തിൽ അനേകം പേർ മരിച്ചു വീഴുമ്പോൾ മോശ അവർക്ക് വേണ്ടി നിലവിളിക്കുമ്പോൾ ദൈവത്തിൻ്റെ സ്നേഹത്തിൻ്റെയും കരുണയുടെയും പ്രദർശനമായിരുന്നു ആ രക്ഷാവഴി എന്ന് പറയുന്നത്. ദൈവം മനുഷ്യനെ സ്നേഹിക്കുന്നു എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയൊരു ലക്ഷണം മനുഷ്യന് ദൈവം രക്ഷാമാർഗം ഒരുക്കി എന്നുള്ളതാണ്. വാസ്തവത്തിൽ പാപത്തിൽ അവൻ എന്നേക്കുമായിട്ട് കൈവിടപ്പെടുവാൻ മനുഷ്യൻ കൈവിടപ്പെടേണ്ടവനാണ് മനുഷ്യനെങ്കിലും അങ്ങനെ കൈവിടപ്പെടുവാൻ ദൈവം ആഗ്രഹിക്കാതെ അവന് വേണ്ടി ഒരു രക്ഷാമാർഗം ഒരുക്കി. അതാണ് ആ പിച്ചള സർപ്പത്തിൻ്റെ മാതൃകയിൽ പിന്നീട് പറയുന്ന ക്രൂശിൻ്റെ ആ വഴി എന്ന് പറയുന്നത്. മൂന്നാമത്, ഉയർത്തിയ സ്ഥലത്തിൻ്റെ പ്രത്യേകതയാണ്. ആ ഉയർത്തിയ സ്ഥലം വളരെ ശ്രദ്ധിക്കുക. അത് ആ സർപ്പം കടിച്ച സ്ഥലം തന്നെ ആയിരിക്കണം. സർപ്പം കടിച്ച സ്ഥലം തന്നെ ആയിരിക്കണം. ആ സർപ്പത്തിൻ്റെ വിഷബാധ ഏറ്റ് മരണമനുഭവിക്കുന്ന ആ പാളയത്തിൽ തന്നെയാണ് ദൈവം രക്ഷാമാർഗം ഒരുക്കിയത്. മറ്റൊരു സ്ഥാനത്തും അത് ചെയ്യുവാൻ സാധ്യമല്ലായിരുന്നു. എന്തുകൊണ്ട് ദൈവം ലോകത്തിലേക്ക് വന്നു? എന്തുകൊണ്ട് മനുഷ്യപുത്രൻ ഈ ലോകത്തിലേക്ക് വന്നു? ഞാൻ ഓർക്കുന്നു, മനുഷ്യൻ ചന്ദ്രനിലേക്ക് 1969 തോന്നുന്നു ചന്ദ്രനിലേക്ക് പ്രവേശിച്ച സന്ദർഭത്തിൽ ലോകത്തിലെ ന്യൂയോർക്ക് ടൈംസ് ലോകത്തിലെ ഏറ്റവും പ്രഗത്ഭരായ 10 പേരുടെ അഭിപ്രായം രേഖപ്പെടുത്തി. അതിൽ 9 പേരും പറഞ്ഞത് മനുഷ്യൻ്റെ ഏറ്റവും വലിയ ഒരു അത്ഭുതകരമായ ഒരു ചുവടുവയ്പ്പാണ് മനുഷ്യൻ ചന്ദ്രനിലെ കാൽവയ്പ്. അന്ന് കെന്നഡി ആദ്യം പറഞ്ഞത് അതാണ്, അമേരിക്കൻ പ്രസിഡൻ്റായിട്ട്. നിങ്ങൾക്ക് അതിൻ്റെ പല വിധത്തിലുള്ള വീഡിയോ എല്ലാം കാണുവാൻ കഴിയും. മനുഷ്യൻ്റെ ഏറ്റവും വലിയൊരു ചുവടുവയ്പ്പാണതെന്നാണ്. എന്നാൽ ഡോക്ടർ ബില്ലി ഗ്രഹാം പറഞ്ഞു, മനുഷ്യൻ ചന്ദ്രനിൽ കാൽ വെച്ചതല്ല ഏറ്റവും വലിയൊരു അത്ഭുതം, ദൈവപുത്രൻ ഈ ലോകത്തിലേക്ക് കാലെടുത്തു വെച്ച് നടന്നുവെന്നുള്ളതാണ് ഏറ്റവും വലിയൊരു അത്ഭുതം. എന്തുകൊണ്ട് യേശു ക്രിസ്തു ലോകത്തിലേക്ക് വന്നു? അതിൻ്റെ ഏക കാരണമെന്ന് പറയുന്നത്, സർപ്പത്തിൻ്റെ കടിയേറ്റ് മരിച്ചവർ ഈ ഗ്രഹത്തിൽ തന്നെയായിരുന്നു, ഈ ഭൂമിയിൽ തന്നെയായിരുന്നു. ദൈവം മനുഷ്യനെ സ്നേഹിച്ച് ഈ ലോകത്തിലേക്ക് കടന്നു വന്നു. യേശു ക്രിസ്തു ഈ ലോകത്തിലേക്ക് കടന്നു വന്നു. നാം അങ്ങനെയല്ലേ ബൈബിളിൽ വായിക്കുന്നത്, ക്രിസ്തുയേശു പാപികളെ രക്ഷിപ്പാൻ ഈ ലോകത്തിലേക്ക് കടന്നു വന്നു. പാപികളുടെ കൂട്ടമായി ലോകത്തിൽ, മരണമനുഭവിക്കുന്നവരുടെ കൂട്ടമായി ലോകത്തിൽ അനേകർ കിടന്നപ്പോൾ യേശു ക്രിസ്തു ഈ ലോകത്തിലേക്ക് കടന്നു വന്നു. ആ സർപ്പം കടിച്ച സ്ഥലത്ത് തന്നെ രക്ഷാവഴി ഒരുക്കിയതുപോലെ പാപികളായി തീർന്ന അതേ സ്ഥാനത്ത് തന്നെ ദൈവം രക്ഷാമാർഗം ഒരുക്കി. ഞാൻ 3 വസ്തുതകളാണ് പ്രാരംഭമായിട്ട് പറഞ്ഞു വരുവാൻ ശ്രമിക്കുന്നത്. ഒന്ന്, പിച്ചള സർപ്പം ഉയർത്തപ്പെടുവാനുള്ള കാരണം. അത് ഞാൻ പറഞ്ഞു. ക്രൂശ് ഉയർത്തപ്പെടുവാനുള്ള കാരണവും സമാന്തരമായിട്ട് നമുക്ക് കാണുവാൻ കഴിയും. 2, ഉയർത്തിയ വ്യക്തി, രക്ഷാമാർഗം ഉയർത്തിയത് അത് മോശയായിരുന്നു, ദൈവമായിരുന്നു അത് ചെയ്തു എന്നുള്ളത്. പിച്ചള സർപ്പവും അങ്ങനെയായിരുന്നു, ക്രൂശിലും അങ്ങനെയായിരുന്നു. അതിൻ്റെ ആത്മീകമായ വശങ്ങൾ ഞാൻ അല്പം കൂടെ കഴിയുമ്പോൾ പറഞ്ഞുകൊള്ളാം. ഉയർത്തിയ സ്ഥലം അത് സർപ്പം കടിച്ച പാളയം തന്നെ ആയിരിക്കണം.
അത് ദൈവത്തിൻ്റെ സ്നേഹത്തിൻ്റെയും കരുണയുടെയും പ്രദർശനമാണ്. യേശു ക്രിസ്തു ഈ ലോകത്തിലേക്ക് വന്നത് നമ്മെ സ്നേഹിച്ച് നമുക്ക് വേണ്ടി തന്നെത്താൻ ഈ ലോകത്തിലേക്ക് കടന്നു വന്ന കർത്താവായ യേശു ക്രിസ്തു. അവൻ ഈ ലോകത്തിലേക്ക് കടന്നു വന്നു. കാരണം നാം പാപികളായി മരണത്തിന് വിധേയപ്പെട്ട് ഈ ഭൂമിയിലായിരിക്കുമ്പോൾ ഈ ഭൂമിയിലേക്ക് നമ്മെ സ്നേഹിച്ച് നമുക്ക് വേണ്ടി നാം ആയിരിക്കുന്ന സ്ഥാനത്തേക്ക് താണുവന്ന കർത്താവായ യേശു ക്രിസ്തു. 4, ഉയർത്തപ്പെട്ട വ്യക്തി അല്ലെങ്കിൽ വസ്തു. അവിടെ നാം കാണുന്നത്, സംഖ്യാപുസ്തകത്തിൽ കാണുന്നത് താമ്ര സർപ്പമാണ്. യേശു ക്രിസ്തുവിനെ കുറിച്ച് അനേക കാര്യങ്ങൾ താതാത്മ്യമായി വേദപണ്ഡിതന്മാർ പറയാറുണ്ട്. എന്നാൽ ക്രിസ്തു പറഞ്ഞപ്പോൾ 2 കാര്യങ്ങളെ പറഞ്ഞിട്ടുള്ളൂ. 1 യോനയുടെ സംഭവകഥ, 2 താമ്രസർപ്പത്തിൻ്റെ അനുഭവം. യോന മത്സ്യത്തെ വിഴുങ്ങിയതുപോലെ ദൈവപുത്രൻ 3 രാവും 3 പകലും സർപ്പത്തിൻ്റെ വയറ്റിലായിരിക്കുമെന്ന് യേശു ക്രിസ്തു പറഞ്ഞു. വാസ്തവത്തിൽ അതിനുശേഷം താൻ പറഞ്ഞു, ഇവിടെ പറഞ്ഞത് താമ്രസർപ്പം പോലെ, മോശ താമ്രസർപ്പം ഉയർത്തിയതുപോലെ മനുഷ്യപുത്രനെയും ഉയർത്തേണ്ടതാകും അവൻ വിശ്വസിക്കുന്ന ഏവനും ദൈവമക്കളാകേണ്ടതിന്, നിത്യജീവൻ പ്രാപിക്കേണ്ടതിന്. വാസ്തവത്തിൽ ഈ ഭാഗം എന്ന് പറയുന്നത് യോഹന്നാന്റെ സുവിശേഷം 3-ാം അധ്യായം തുടങ്ങുന്നത് ഒരു പരീശരിലെ ഒരു പ്രമാണിയുമായിട്ടുള്ള ക്രിസ്തുവിൻ്റെ സംഭാഷണത്തിൽ നിന്നാണ്, സംവാദത്തിൽ നിന്നാണ്. അത് നിക്കോദിമോസ് എന്ന് പറയുന്ന ആ ഒരു ഭക്തനായ മനുഷ്യൻ, അദ്ദേഹം പ്രമാണിയായ ഒരു മനുഷ്യൻ, അദ്ദേഹം പ്രാർത്ഥിക്കുന്ന ഒരു മനുഷ്യൻ, അദ്ദേഹം പ്രമാണം അറിയുന്നൊരു മനുഷ്യൻ, അദ്ദേഹം പ്രമാണം അനുസരിക്കുന്ന ഒരു മനുഷ്യൻ, പ്രമാണങ്ങൾ ആചരിക്കുന്ന ഒരു മനുഷ്യൻ. പക്ഷെ അദ്ദേഹത്തിന് അറിവില്ലാതെ പോയത് ഒരേ ഒരു കാര്യമായിരുന്നു, വീണ്ടും ജനനം എന്നുള്ളത്, നിത്യജീവൻ എന്നുള്ളത്, പുതുജീവൻ എന്നുള്ളത് അദ്ദേഹത്തിന് അറിവില്ലായിരുന്നു. അദ്ദേഹം പ്രമാണിയായിരുന്നു യഹൂദമതത്തിൽ, അദ്ദേഹം പ്രാർത്ഥിക്കുന്ന ഒരു മനുഷ്യനായിരുന്നു, സൽസ്വഭാവിയായിരുന്നു, നീതിമാനായിരുന്നു, നല്ലൊരു മനുഷ്യനായിരുന്നു, എല്ലാ ആചാരങ്ങളും അറിയുന്നൊരു മനുഷ്യൻ, ന്യായപ്രമാണം മുഴുവൻ അറിയുന്നവരും അത് പാലിക്കുവാൻ ആഗ്രഹിക്കുന്നവരും ആചരിക്കുന്നുവെന്ന് അവകാശപ്പെടുന്ന ഒരു മനുഷ്യൻ. പക്ഷെ അദ്ദേഹത്തിന് അറിവില്ലാതെ പോയത് വീണ്ടും ജനനത്തെക്കുറിച്ചാണ്. ആ മനുഷ്യന് ക്രിസ്തു വീണ്ടും ജനനത്തിൻ്റെ അറിവ് പകർന്നു കൊടുക്കുന്ന ഭാഗമാണ് യോഹന്നാന്റെ സുവിശേഷം 3-ാം അധ്യായം 1 മുതൽ 21 വരെയുള്ള വാക്യങ്ങൾ. വാസ്തവത്തിൽ അത് തുടങ്ങുന്നത് നിക്കോദിമോസ് അവൻ രാത്രിയിൽ വരുന്നു, യഹൂദന്മാരെ പേടിച്ച് രാത്രിയിൽ വരുന്നു, അതിനുശേഷം കർത്താവുമായിട്ട് സംഭാഷിക്കുന്നു. ആ വിധത്തിൽ ആ കാര്യങ്ങളെല്ലാം പറഞ്ഞു വന്നപ്പോൾ യേശു ക്രിസ്തു അവനോട് ചോദിച്ചു, നിനക്ക് ഈ ന്യായപ്രമാണം മുഴുവൻ അറിയാമായിട്ടും നീ യഹൂദന്മാരുടെ ഒരു പ്രമാണിയായിട്ടും എന്തുകൊണ്ടാണ് നിനക്ക് നിത്യജീവനെക്കുറിച്ച് അറിവില്ലാതിരിക്കുന്നത്? അദ്ദേഹത്തിന് ഒരു പുതിയൊരു വാർത്തയായിരുന്നു. ഇന്നും എത്രയോ പേർ ഈ അനുഭവത്തിൽ കൂടെ കടന്നവർക്ക് എല്ലാം അറിയാം, പക്ഷെ വീണ്ടും ജനനം എന്താണെന്ന് അറിഞ്ഞുകൂടാ. എല്ലാം അറിയാവുന്ന അനേകർ, ആചാരങ്ങളും പ്രമാണങ്ങളും അതെല്ലാം അതാതിൻ്റെ സ്ഥാനത്ത് നല്ലതായിരിക്കും പ്രിയപ്പെട്ടവരെ, അതെല്ലാം നല്ലതായിരിക്കും. അതറിയുന്നവരും പാലിക്കുന്നവരും പ്രാർത്ഥിക്കുന്നവരും ഭക്തിയോടെ നിൽക്കുന്നവരും ബൈബിൾ വായിക്കുന്നവരും ഞായറാഴ്ചകളിൽ പള്ളികളിൽ പോകുന്നവരും, ഞാനതൊന്നും നിഷേധിക്കുകയല്ല, അതെല്ലാം അതാതിൻ്റെ സ്ഥാനത്ത് നല്ലതാണ്. പക്ഷെ അനേകർക്ക് അറിഞ്ഞുകൂടാ വീണ്ടും ജനനം എന്താണ്, പുതുജീവൻ എന്താണ്, പുതിയ ജീവൻ എന്താണെന്ന് അനേകർക്ക് അറിഞ്ഞുകൂടാ. നമ്മുടെ മധ്യയുള്ള പലർക്കും അത് പലർക്കും അറിഞ്ഞുകൂടാ. ഇവിടെ ഇങ്ങനെയുള്ളൊരു മനുഷ്യൻ, നല്ലൊരു മനുഷ്യൻ, ഒരു നീചനായ മനുഷ്യനല്ല നിക്കോദിമോസ്, ഒരു പാപിയായ ഒരു മനുഷ്യനല്ല, ചുങ്കക്കാരനെ പോലുള്ള ഒരു മനുഷ്യനല്ല നിക്കോദിമോസ്. അദ്ദേഹം ഏറ്റവും പ്രസ്താവിക്കപ്പെടേണ്ട ഒരു മനുഷ്യനാണ്. പക്ഷെ നിർഭാഗ്യവശാൽ ഈ നല്ലൊരു മനുഷ്യന് അദ്ദേഹത്തിന് വീണ്ടും ജനനം എന്താണെന്ന് അറിയില്ല. അദ്ദേഹം അത്ഭുതപ്പെട്ടു. വീണ്ടും അമ്മയുടെ ഉദരത്തിൽ കയറി ഞാൻ ജനിക്കണമെന്ന് എങ്ങനെയാണ് നീ പറയുന്നത്? ഇന്നും ചിലരോട് ഈ അനുഭവത്തിലൂടെ ചിലരോട് ആത്മീയ സത്യങ്ങൾ പറയുമ്പോൾ അവർക്കത് മറപൊരുളാണ്, അവർക്കത് മനസ്സിലാകുന്നില്ല. കർത്താവ് പറഞ്ഞു, നീ യഹൂദന്മാരുടെ ഒരു പ്രമാണിയായിരിക്കും, നിനക്ക് എന്താണ് അതറിയണം. അതിനുശേഷം പല കാര്യങ്ങൾ പറഞ്ഞതിന് ശേഷം നീ വീണ്ടും ജനിക്കണം. ഇന്ന് രാത്രി ഞങ്ങൾക്ക് അങ്കമാലി ദേശത്തോട് പറയുവാനുള്ളത്, നിങ്ങൾക്കൊരു വീണ്ടും ജനനം ആവശ്യമാണ്. ഒരിക്കൽ ജനിച്ച ജനനം അത് മരണത്തിലേക്ക് നീങ്ങുമ്പോൾ വീണ്ടും ജനനം, അങ്ങനെ ഒരു അനുഭവമുണ്ട്, അങ്ങനെ ഒരു ആത്മീകമായ രൂപാന്തരമുണ്ട്. ആ അനുഭവമാണ് ഒരുവനെ ദൈവരാജ്യത്തിലേക്ക്, സ്വർഗരാജ്യത്തിലേക്ക് എത്തിക്കുന്നത്. അതിനുവേണ്ടി ക്രിസ്തു പറഞ്ഞു വന്ന അതിൻ്റെ അവസാന ഭാഗത്ത് പറഞ്ഞു വരുമ്പോൾ യേശു ക്രിസ്തു പറഞ്ഞത്, അല്ലയോ നിക്കോദിമോസ്, ശ്രദ്ധിക്കുക, ഈ കഥ പറയുമ്പോൾ നിനക്കൊരു പക്ഷേ മനസ്സിലാകും. മോശ മരുഭൂമിയിൽ സർപ്പത്തെ ഉയർത്തിയതുപോലെ മനുഷ്യപുത്രനെയും ഉയർത്തേണ്ടതാകുന്നു. അടുത്ത വാക്ക്, അവനിൽ വിശ്വസിക്കുന്നവൻ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന്. അതാണ് വീണ്ടും ജനനം. യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുമ്പോൾ ലഭിക്കുന്ന ജനനം, പരിശുദ്ധാത്മാവിനാലുള്ള ജനനം. ജഡത്താൽ ജനിച്ചത് ജഡമാകുന്നു, എന്നാൽ ആത്മാവിനാലുള്ള ഒരു ജനനം ആവശ്യമാണ്. അതാണ് വീണ്ടും ജനനം, അതാണ് പുതിയ ജനനം.
അവനിൽ വിശ്വസിക്കുന്നവൻ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് തന്നെ. അതിനുശേഷമാണ് വിശ്വപ്രസിദ്ധമായ ഒരു വാക്യം ക്രിസ്തു പറഞ്ഞത്. അനേകർ വിചാരിക്കുന്നത് യോഹന്നാൻ പറഞ്ഞു എന്നാണ്. അല്ലാതെ യേശു ക്രിസ്തു തിരുവായി മൊഴിഞ്ഞ വാക്കാണ്. ബൈബിളിൽ 66 പുസ്തകങ്ങളിലെ ഏറ്റവും നിസ്തുല്യമായ വാക്യം. തൻ്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം അവനെ നൽകുവാൻ തക്കവണ്ണം ലോകത്തെ സ്നേഹിച്ചു. ഞാൻ ഈ പ്രസംഗം അവസാനിക്കുമ്പോൾ ഒരു പ്രാവശ്യം കൂടെ അത് ആവർത്തിക്കും. ഇത് യേശു ക്രിസ്തു പറഞ്ഞാണ്. എത്ര പ്രാധാന്യമുള്ളൊരു ഭാഗമാണ്. നിക്കോദിമോസിനെ പഠിപ്പിക്കുന്നത് ഇന്ന് കുറഞ്ഞ പക്ഷം ക്രൈസ്തവരെങ്കിലും അത് കേട്ടിരുന്നെങ്കിൽ, യോഹന്നാന്റെ സുവിശേഷം 3-ാം അധ്യായം 1 മുതൽ 21 വരെയുള്ള വാക്യങ്ങൾ ആത്മാർത്ഥമായി ഒന്ന് വായിച്ചിട്ട്, പ്രാർത്ഥനയോടൊന്ന് വായിച്ചിട്ട്, മുട്ടിന്മേൽ നിൽക്കുവാൻ കഴിയാത്ത ഒരാളെ നിങ്ങൾ എനിക്ക് കാണിച്ചു തന്നാൽ അതിൻ്റെ അർത്ഥം ആ വ്യക്തിക്ക് വീണ്ടും ജന്മം ആവശ്യമില്ല, ആത്മരക്ഷ ആവശ്യമില്ല, പാപക്ഷമ ആവശ്യമില്ല, ദൈവത്തെ ആവശ്യമില്ല, ദൈവത്തിൻ്റെ വചനം ആവശ്യമില്ല. അതുകൊണ്ട് മാത്രമാണ്. എന്നാൽ രക്ഷിക്കപ്പെടുന്നവർക്ക് അത് ദൈവശക്തിയാണ്. ഉയർത്തപ്പെട്ട വ്യക്തി, പണ്ടത് മോശയുടെ കാലത്ത് അഗ്നിസർപ്പത്തിന് പ്രതിവിധിയായി താമ്രസർപ്പമായിരുന്നുവെങ്കിൽ, ഇന്ന് പാപം വാഴുന്ന ലോകത്തിൽ, പാപത്തിൽ ജനിച്ച്, പാപത്തിൽ ജീവിച്ച്, പാപത്തിൽ മരിക്കുന്ന നിത്യമായ 2ാം മരണത്തിലേക്ക് പോകുന്ന മനുഷ്യന് യേശു ക്രിസ്തു എന്ന ക്രൂശിൽ ഉയർത്തപ്പെട്ട മനുഷ്യപുത്രനാണെന്നുള്ളത് ഞാൻ പ്രത്യേകമായിട്ട് പറയുവാൻ ആഗ്രഹിക്കുന്നു. അതുകൊണ്ട് ഈ ഭാഗത്തിൻ്റെ പ്രത്യേകത 3-ാം അധ്യായം 16-ാം വാക്യവുമായിട്ട് ഇതിന് വളരെ, യോഹന്നാന്റെ സുവിശേഷം 3-ാം അധ്യായം 16-ാമത്തെ വാക്യം. ഇനി നമുക്ക് ആ പാളയത്തിലേക്കൊന്ന് കടന്നു ചെന്നാൽ അവിടെ കാണുന്ന കാഴ്ച ഒന്ന് നോക്കുക. ആ പാളയത്തിൽ ജനം പാപം ചെയ്തു. പാപം ചെയ്താൽ ശിക്ഷ ഉറപ്പാണ്. അത് ഉറപ്പാണ്. നീതിമാനായ ദൈവത്തിന് തൻ്റെ നീതിയുടെ കണ്ണുകൾക്ക് കണ്ടു നിൽക്കുവാൻ കഴിയാത്തത് എന്തും സംഭവിച്ചാൽ അവിടെ ദൈവശിക്ഷ ഉറപ്പാണ്. മനുഷ്യൻ വ്യക്തിപരമായിട്ട് പാപം ചെയ്താൽ വ്യക്തിപരമായിട്ട് ദൈവം ശിക്ഷിക്കും. മനുഷ്യൻ സാമൂഹികമായിട്ട് പാപം ചെയ്താൽ, പ്രാദേശികമായിട്ട് പാപം ചെയ്താൽ സോദോം ഗോമോറ നശിച്ചതുപോലെ നശിക്കും. മനുഷ്യൻ സാർവത്രികമായിട്ട് പാപം ചെയ്താൽ, ആ പാപം ദൈവത്തിൻ്റെ സന്നിധിയിൽ ചെന്നെത്തിയാൽ ജലപ്രളയം പോലെ സംഭവിക്കും. സാർവത്രികമായ ന്യായവിധി ഉണ്ടാകും. ഏറെ താമസിയാതെ യേശു ക്രിസ്തുവിന്റെ വരവിന് ശേഷം ഉണ്ടാകുവാൻ പോകുന്ന മഹാന്യായവിധിയിൽ പാപത്തിനുള്ള ശിക്ഷയാണ്. നീതിമാനായ ദൈവം തൻ്റെ നീതിയിൽ ഒരു രക്ഷാമാർഗം ഒരുക്കിയിട്ടും അത് വിശ്വസിക്കാത്ത മനുഷ്യന് നിത്യമായ നരകമല്ലാതെ യാതൊരു പോംവഴിയും ആ നീതിയുടെ മുമ്പിലില്ല. പ്രിയപ്പെട്ടവരെ, ചില യാഥാർത്ഥ്യങ്ങളിലേക്ക് കടന്നു വരിക. ആ യാഥാർത്ഥ്യങ്ങൾ ഇന്ന് രാത്രി ശ്രദ്ധിക്കുക. പ്രിയപ്പെട്ടവരെ, ആ പാളയത്തിലേക്കാണ് ഞാൻ ആദ്യമായി ആ യാഥാർത്ഥ്യം, ഇസ്രായേൽ പാളയത്തിലേക്ക് ആ യാഥാർത്ഥ്യങ്ങൾ, അഗ്നിസർപ്പം കടിച്ചതിൻ്റെ ചില യാഥാർത്ഥ്യങ്ങൾ. അല്ലയോ കടിച്ച വ്യക്തി അത് ഉൾക്കൊള്ളുക. പ്രിയ സ്നേഹിത, നീ അത് ഉൾക്കൊള്ളുക. അതിന്നും അതർത്ഥവത്താണ്. ഒന്ന്, നിനക്ക് സർപ്പദംശനം സംഭവിച്ചിരിക്കുന്നു. നീ സർപ്പത്തിൻ്റെ കടിയേറ്റുവെങ്കിൽ നീ ആ യാഥാർത്ഥ്യത്തെ ഏറ്റുപറയേണ്ടത് ആവശ്യമാണ്. നിനക്ക് സർപ്പദംശനം സംഭവിച്ചിരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ഇന്ന് രാത്രി ഓർക്കുക, മനുഷ്യൻ പാപിയാണെന്ന് പറയരുതെന്നാണ് പറയുന്നത്. എനിക്ക് വളരെ സഹതാപമുണ്ട് അവരോട്. ഒരു ദിവസത്തെ വർത്തമാനപത്രം കയ്യിലെടുത്തുകൊണ്ട് ചാനലുകളിലൂടെ കണ്ണോടിച്ചുകൊണ്ട് മനുഷ്യൻ ഒരു ദോഷവും ചെയ്യാത്ത പുണ്യവാളന്മാരാണെന്ന് പറയുവാൻ ആർക്കെങ്കിലും കഴിയുമെങ്കിൽ നിങ്ങളുടെ വാദം ഞാൻ സമ്മതിക്കാം. മനുഷ്യൻ എത്രമാത്രം അധപ്പതിച്ചിരിക്കുന്നു. സാൻമാർഗിക നിയമങ്ങളെയും എല്ലാ നീതിയുടെ മാർഗങ്ങളെയും മേൽത്തൊട്ട് അടിവരെയും ലംഘിച്ചുകൊണ്ട്, ആധ്യാത്മികതയിലെല്ലാം തട്ടിക്കളഞ്ഞുകൊണ്ട് മനുഷ്യൻ താണുപോകുന്ന അധാർമികത്വം, ആ അന്ധകാരമായ ഇരുള്, അതെവിടെ ചെന്ന് അവസാനിക്കും? അത്ര ഭയാനകമായ ഒരിരുളാണ്. അതിൻ്റെ കാരണം, നീ പാപത്തിൽ ജനിച്ചു, പാപത്തിൽ ജീവിക്കുന്നു, പാപത്തിൽ മരിക്കുവാൻ തുടങ്ങും. അല്പ ആയുസേ ഉള്ളൂ. അതിൻ്റെ പ്രത്യേകത ഞാൻ തൊട്ട് പിന്നാലെ പറയാം. അത് വാസ്തവത്തിൽ നീ സർപ്പദംശനം ഏറ്റിരിക്കുന്നു. സകല മനുഷ്യരും സാത്താനാൽ കടിയേറ്റവരെന്ന് ഒരു സൂക്തമുണ്ട്. സകല മനുഷ്യരും സാത്താനാൽ. അതുകൊണ്ടാണ് പാപത്തിൽ മനുഷ്യൻ ജനിക്കുന്നത്. ബൈബിളിൽ ഉൽപ്പത്തി പുസ്തകം ആദ്യത്തെ അധ്യായങ്ങൾ നിങ്ങൾ വായിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ മറുപടി നിങ്ങൾക്ക് കണ്ടെത്തുവാൻ കഴിയും. എല്ലാ മനുഷ്യരും പാപികളായി തീർന്നത് എങ്ങനെയെന്ന് ബൈബിൾ പറയുന്നു. ഏകന്റെ ലംഘനത്താൽ എല്ലാവരും പാപികളായി തീർന്നു. ഏകന്റെ ലംഘനത്താൽ എല്ലാവരും പാപികളായി തീർന്നു. ഏകന്റെ അനുസരണക്കേടിനാൽ എല്ലാവരും അനുസരണക്കേടായി തീർന്നു. ഏകൻ മുഖാന്തരം, ആദാം മുഖാന്തരം, ആദ്യ മാതാപിതാക്കൾ മുഖാന്തരം ജന്മാവകാശം പോലെ മനുഷ്യൻ വാങ്ങിക്കുന്ന ഒന്നാണ് പാപം. ആ പാപത്തിലാണ് ജീവിതം. ആ പാപത്തിലേ മരിക്കൂ. ഇവിടെയാണ് വാസ്തവത്തിൽ ഇതാണ് അന്ന് ആ പാളയത്തിലും സംഭവിച്ചത്. ആ പാളയത്തിൽ സർപ്പത്തിൻ്റെ കടിയേറ്റ
ഒരു യുവ സ്നേഹിതനുണ്ടെങ്കിൽ എനിക്ക് പറയാനുള്ളത്, പ്രിയ സ്നേഹിത, നീ ആദ്യം മനസ്സിലാക്കേണ്ടത് നിനക്ക് സർപ്പദംശനം ഏറ്റിരിക്കുന്നു. നിനക്കൊരു രക്ഷാമാർഗം വേണമെങ്കിൽ അതിനുള്ള വഴി ദൈവദാസന്മാർ നിനക്ക് പറഞ്ഞു തരും. പക്ഷെ നീ മരിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ള യാഥാർത്ഥ്യം, അതാണ് രണ്ടാമത്തേത്. നീ മരിച്ചുകൊണ്ടിരിക്കുന്നു. ബൈബിൾ വായിച്ചിട്ടുള്ളവർക്കറിയാലോ, ശൗലിൻ്റെ മരണസമയം അവിടെ പ്രത്യേകമായ ഒരു പദപ്രയോഗമുണ്ട്. ശൗൽ മരിക്കുവാൻ തുടങ്ങുമ്പോൾ അദ്ദേഹം പറയുന്ന ഒരു പദപ്രയോഗം, എൻ്റെ പ്രാണൻ എൻ്റെ ഉള്ളിൽ അവശേഷിക്കുന്നതുകൊണ്ട് എനിക്ക് പരിഭ്രമം പിടിച്ചിരിക്കുന്നുവെന്നാണ്. എൻ്റെ പ്രാണൻ എൻ്റെ ഉള്ളിൽ അവശേഷിക്കുന്നു, അതുകൊണ്ടാണ് താൻ ചില നീക്കുപോക്കുകൾ ചെയ്യുവാൻ പറയുന്നതായിട്ട് പിന്നീട് രേഖപ്പെടുത്തിയിട്ടുള്ളത്. എൻ്റെ പ്രാണൻ എന്നിൽ അവശേഷിച്ചിരിക്കുന്നതുകൊണ്ട് എനിക്ക് പരിഭ്രമം പിടിച്ചിരിക്കുന്നു. വാസ്തവത്തിൽ ഞാൻ മരിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ള യാഥാർത്ഥ്യമാണ് ആ സർപ്പത്തിൻ്റെ കടിയേറ്റവന് പറയുവാനുള്ളത്. 2, രക്ഷയ്ക്കായി മറ്റ് പ്രതിവിധികൾ ഒന്നും തന്നെയില്ല. രക്ഷയ്ക്കായിട്ട് വേറെ ഒരു പ്രതിവിധിയുമില്ല. ഒരേ ഒരു പ്രതിവിധി, അന്ന് മോശ ഒരുപക്ഷെ വിശ്വസ്തരായ ദാസന്മാരെ ആ പാളയത്തിൽ മുഴുവൻ അയച്ചുകൊണ്ട് ആ സുവാർത്ത അറിയിച്ചു. താമ്രസർപ്പത്തെ നോക്കണം, അഗ്നിസർപ്പം കടിച്ച് മരിച്ചുകൊണ്ടിരിക്കുന്നവർ ഒരു സുവാർത്തയുണ്ട്, ദൈവം കൽപ്പിച്ചിട്ടുള്ളതാണ്. ഒരു പിച്ചള സർപ്പം കൊടിമരത്തിൽ തൂക്കപ്പെട്ടിട്ടുണ്ട്, അതിനെ നോക്കിയാൽ ജീവിക്കും. ഇത് ദൈവത്തിൻ്റെ വാക്കാണ്, ഇത് സുവാർത്തയാണ്, ഇത് സുവിശേഷമാണ്. ഈ സന്ദേശം നീ യാതൊന്നും മുടക്കേണ്ട, അതിലേക്കൊന്ന് നോക്കിയാൽ മതി. ദൈവത്തിൻ്റെ വാക്കിലുള്ള വിശ്വാസം. വാസ്തവത്തിൽ അതാണ് രക്ഷയ്ക്കായി മറ്റ് യാതൊരുവിധ പ്രതിവിധികളുമില്ല. എന്തുകൊണ്ടാണ് മനുഷ്യൻ മരിക്കുന്നത്? പല വിധത്തിൽ മനുഷ്യൻ മരിക്കാം. എന്നാൽ മരണം ലോകത്തിലേക്ക് വന്നത് പാപമുഖാന്തരമാണ്. അത് ബൈബിൾ വളരെ വ്യക്തമായിട്ട് പറയും. പാപത്തിൻ്റെ ശമ്പളമാണ് മരണം. ഒരിക്കൽ മരണവും പിന്നെ ന്യായവിധിയും ദൈവം മനുഷ്യർക്ക് നിയമിച്ചിരിക്കുന്നു. ആ വിധത്തിൽ പാപത്തിൻ്റെ ഫലമായിട്ടുണ്ടാകുന്ന മരണം, അങ്ങനെയാണ് ലോകത്തിൽ. അത് പല വിധത്തിലാകാം മരണം, പക്ഷെ മരണം എന്ന് പറയുന്നത് പാപത്തിൻ്റെ ശമ്പളമാണ്. പാപമുഖാന്തരമാണ് ലോകത്തിലേക്ക് മരണം കടന്നു വന്നത്. അതുകൊണ്ട് മനുഷ്യൻ മരിക്കുന്നത് സാത്താനാൽ കുത്തപ്പെട്ടതുകൊണ്ടാണ്. അതുകൊണ്ട് അന്ന് അഗ്നിസർപ്പത്താൽ കുത്തപ്പെട്ടവന് നൽകുന്ന പരിഹാര മാർഗം ഇന്ന് ഏതാണെന്ന് ആലോചിച്ച് അതിലേക്ക് നോക്കുക മാത്രമേ നിർവാഹമുള്ളൂ. വാസ്തവത്തിൽ ഈ യാഥാർത്ഥ്യങ്ങൾ അവർ മനസ്സിലാക്കുന്ന പോലെ ഇന്നും മനസ്സിലാക്കണം. 1, മനുഷ്യൻ പാപിയായിട്ടിരിക്കുന്നു എന്നുള്ളത്. നീ പാപിയായിരിക്കുന്നു, മരിച്ചുകൊണ്ടിരിക്കുന്നു. ആ ലോകത്തിലുള്ള മരണം കഴിഞ്ഞാൽ, ശാരീരികമായ മരണം കഴിഞ്ഞാൽ നിത്യമായ 2ാം മരണത്തിലേക്ക് നീങ്ങുമെന്നുള്ളത്. മറ്റ് പ്രതിവിധികളൊന്നും തന്നെയില്ല. മോശയോട് ചോദിച്ചു, മറ്റെന്തെങ്കിലും പ്രതിവിധികളുണ്ടോ? മോശ പറഞ്ഞില്ല, ഒന്നും ദൈവം പറഞ്ഞിട്ടില്ല. പിച്ചള സർപ്പത്തെ ഉണ്ടാക്കി കൊടിമരത്തിൽ തൂക്കിയിട്ടുണ്ട്, ഉയർത്തിയിട്ടുണ്ട്, അതിലേക്ക് നോക്കുക മാത്രമേ പ്രതിവിധിയായിട്ടുള്ളൂ. പത്രോസ്ലീഹ എന്താണ് പറഞ്ഞത്? നാം രക്ഷിക്കപ്പെടുവാൻ ഭൂമിക്ക് മീതെ ആകാശത്തിന് കീഴിൽ നൽകപ്പെട്ട മറ്റ് യാതൊരു മാർഗവുമില്ല. ഒരേ ഒരു നാമം, യേശുക്രിസ്തു എന്നുള്ള നാമം മാത്രമേ നൽകപ്പെട്ടിട്ടുള്ളൂ. ഇന്ന് ആ താമ്രസർപ്പം മാത്രമേ, ക്രൂശിൽ ഉയർത്തപ്പെട്ട മനുഷ്യപുത്രൻ എന്നുള്ള താമ്രസർപ്പം, അത് മാത്രമേ ഇന്നും പ്രതിവിധിയായിട്ടുള്ളൂ. പ്രിയപ്പെട്ടവരെ, ഞാൻ സമാന്തരമായിട്ട് പറഞ്ഞു പോകുന്നത് നിങ്ങൾ ഉൾക്കൊള്ളുമെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അതുകൊണ്ട് യാഥാർത്ഥ്യങ്ങൾ നാം മനസ്സിലാക്കുക. 2, പരിഹാരമാർഗം. എന്താണ് പരിഹാരമാർഗം? പാപിയായതിനാൽ, ജന്മന കർമ്മണ മനുഷ്യൻ പാപിയായതിനാൽ ജീവൻ പ്രാപിക്കണമെങ്കിൽ ഉയർത്തപ്പെട്ട താമ്രസർപ്പത്തിലേക്ക് നോക്കേണ്ടത് ആവശ്യമാണ്. ജീവൻ പ്രാപിക്കണമെങ്കിൽ നിനക്ക് ജീവൻ വേണോ അതോ മരണത്തിലേക്ക് പോകണോ? രണ്ടിലൊന്ന് തിരഞ്ഞെടുക്കാം. ജീവൻ പ്രാപിക്കണമെങ്കിൽ നോക്കുക, ക്രൂശിലേക്ക് നോക്കുക. അതാണ് ഇന്ന് ദൈവം ഉയർത്തിയിരിക്കുന്ന പിച്ചള സർപ്പമാകുന്ന കർത്താവായ യേശുക്രിസ്തു. ഞാൻ ഓർക്കുന്നു, 19ാം നൂറ്റാണ്ടിൽ ഇംഗ്ലണ്ടിൽ 15 വയസ്സുള്ള ഒരു ബാലൻ, ആ ദിവസങ്ങളിലേക്ക് അദ്ദേഹം മാനസികമായി വളരെ പ്രയാസം അനുഭവിച്ച് പലവിധമായ അരിഷ്ടതകളിലും ഞെരുക്കങ്ങളിലും മനസ്സിൻ്റെ താഴ്ചകളിലും സഞ്ചരിച്ച് ഒരു ഞായറാഴ്ച യോഗത്തിന് പോകുവാൻ വേണ്ടി, ആരാധനയ്ക്ക് പോകുവാൻ വേണ്ടി, പങ്കെടുക്കുവാൻ വേണ്ടി യാത്ര ചെയ്ത വഴിയിൽ കനത്ത മഞ്ഞ് വീഴ്ചയിൽ അദ്ദേഹത്തിന് അവിടെ എത്തിച്ചേരുവാൻ കഴിഞ്ഞില്ല. സമീപത്തുള്ള ഒരു പ്രത്യേകമായ ചാപ്പൽ കണ്ടു. അവിടേക്ക് ചെന്നപ്പോൾ 12ഓ 15ഓ പേര് മാത്രമേ അവിടെയുള്ളൂ. ആ ബാലൻ അതിൻ്റെ പുറകിൽ ചെന്നിരുന്നു. അദ്ദേഹം അവിടെ ഇരുന്ന സന്ദർഭത്തിൽ ഒരു അനൗൺസ്മെൻറ്റ് കേട്ടു. ആ 15 പേരിൽ ഒരാൾ എഴുന്നേറ്റ് പറഞ്ഞു, ഇന്നിവിടെ കടന്നു വരേണ്ട പ്രസംഗകൻ വരുന്നില്ല. കനത്ത മഞ്ഞ് വീഴ്ചയുണ്ട്. അദ്ദേഹത്തിൻ്റെ കുതിരവണ്ടി ഇടയ്ക്ക് എവിടെ ആയിക്കാണും, അദ്ദേഹം വരുന്നില്ല. യോഗം തുടങ്ങേണ്ട സമയമായി, നമുക്ക് കുറച്ചു പേരേ ഉള്ളൂ. ഒരു സഹോദരൻ എഴുന്നേറ്റ് നിന്ന് ഇപ്പോൾ അല്പം ദൈവവചനം പറഞ്ഞതിന് ശേഷം നമുക്ക് പ്രാർത്ഥിച്ച് പിരിയാമെന്ന് പറഞ്ഞു.
പ്രസംഗനല്ലാത്തൊരു മനുഷ്യൻ എഴുന്നേറ്റ് നിന്നു. അദ്ദേഹം യെശയ്യാ പ്രവാചകന്റെ പുസ്തകം തുറന്നിട്ട് പറഞ്ഞു, സകല ഭൂസീമാവാസികളുമായുള്ളവരെ എങ്കിലേക്ക് തിരിഞ്ഞ് രക്ഷപ്പെട്ടുകൊള്ളുക. സകല ഭൂസീമാവാസികളുമായുള്ളവരെ എങ്കിലേക്ക് തിരിഞ്ഞ് രക്ഷപ്പെട്ടുകൊള്ളുക. ആ മനുഷ്യന് പ്രസംഗിക്കുവാൻ വലിയ കഴിവൊന്നുമില്ലായിരുന്നു. അദ്ദേഹം അവിടെ നിന്നുകൊണ്ട് ചെറുതായിട്ടൊന്ന് വിശദീകരിക്കാൻ തുടങ്ങി. അദ്ദേഹം അതിൻ്റെ പലവിധമായ ഭാഗങ്ങൾ വിശദീകരിച്ചതിന് ശേഷം അദ്ദേഹം ആ പുറകിലിരുന്ന യുവാവിനെ നോക്കി പറഞ്ഞു, അല്ലയോ ബാല്യക്കാര, നിന്റെ മുഖം വളരെ അരിഷ്ടതയിൽ ഞാൻ കാണുന്നു. നിനക്കും നോക്കാം, നിനക്കും രക്ഷ പ്രാപിക്കാം. അന്ന് ആ ബാലൻ നോക്കി രക്ഷ പ്രാപിച്ചു. പിന്നീട് ലോകപ്രസിദ്ധനായിരുന്ന C.H. സ്പർജൻ, അദ്ദേഹത്തിൻ്റെ രക്ഷാനുഭവ ദിവസം അന്നായിരുന്നു. പ്രസംഗങ്ങളുടെ പ്രഭുവായിട്ട് മാറി. അന്ന് ആ പ്രസംഗനല്ലാത്തൊരു വ്യക്തിയുടെ പ്രസംഗം കേട്ട്, യെശയ്യാ പ്രവചനത്തിൽ ആ വാക്ക് കേട്ട്, എനിക്ക് തോന്നുന്നു സ്പർജൻ്റെ മിക്കവാറും ആ പ്രസംഗങ്ങളിൽ അദ്ദേഹം ആ വാക്ക് പലപ്പോഴും ആവർത്തിക്കാറുണ്ട്, ഓർക്കാറുണ്ട്. അത്ര ഇഷ്ടമായിരുന്നു എനിക്ക് ആ വാക്ക്. വാസ്തവത്തിൽ ഈ പിച്ചള സർപ്പവുമായിട്ട് ക്രിസ്തുവിൻ്റെ ക്രൂശുമായിട്ട് എത്രയോ താതാത്മ്യം അതിനുണ്ട്. നിനക്കും നോക്കാം. അദ്ദേഹം നോക്കി, സകല ഭൂസീമാവാസികളുമായുള്ളവരെ എങ്കിലേക്ക് നോക്കി രക്ഷപ്പെട്ടുകൊള്ളുക. ഇന്ന് രാത്രി ഞങ്ങൾക്ക് ഈ ദേശത്തോട് പറയുവാനുള്ളത്, രക്ഷപ്പെടുവാൻ ആഗ്രഹമുണ്ടെങ്കിൽ, ജീവൻ പ്രാപിക്കുവാൻ ആഗ്രഹമുണ്ടെങ്കിൽ, പാപക്ഷമ കൈവരുവാൻ ആഗ്രഹമുണ്ടെങ്കിൽ, നിത്യമായ മരണം മാറിപ്പോകുവാൻ ആഗ്രഹമുണ്ടെങ്കിൽ, നരകത്തിൽ നിന്നുള്ളൊരു മോചനം നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, പാപക്ഷമ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, സ്വർഗരാജ്യം ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, ആ ക്രൂശിലേക്ക് നോക്കേണ്ടത് ആവശ്യമാണ്. ക്രൂശിലേക്ക് നോക്കി രക്ഷിക്കപ്പെട്ടവർ അവർ ജീവിക്കുന്ന സാക്ഷികളാണ്. ഞാൻ 3 ശ്ലീഹന്മാരുടെ ഉദാഹരണങ്ങൾ പറഞ്ഞ് മുമ്പോട്ട് പോകാം. ഒന്നാമത് യോഹന്നാൻ അപ്പോസ്തലനാണ്. അദ്ദേഹം എന്താണ് പറഞ്ഞത് ശ്രദ്ധിക്കുക. അദ്ദേഹം തൻ്റെ ലേഖനം പറയുമ്പോൾ ഇങ്ങനെയാണ് പറയുന്നത്, ആരംഭിക്കുന്നത് ഇങ്ങനെയാണ്: ആദ്യം മുതലുള്ളതും ഞങ്ങൾ കേട്ടതും സ്വന്തം കണ്ണുകൊണ്ട് കണ്ടതും ഞങ്ങൾ നോക്കിയതും. ആ വാക്ക് ശ്രദ്ധിക്കുക. ആദ്യം മുതലുള്ളതും ഞങ്ങൾ കേട്ടതും സ്വന്തം കണ്ണുകൊണ്ട് കണ്ടതും ഞങ്ങൾ നോക്കി. അവരുടെ വിളിയിൽ തന്നെ അവർ മുൻകൂട്ടി കണ്ടു ക്രൂശിതനായ ക്രിസ്തുവിനെ. ആ ഗലീല കടൽപ്പുറത്തെ വിളിയിൽ തന്നെ പിന്നീട് സഞ്ചരിക്കുമ്പോൾ തന്നെ ആ അനുഭവം അവർ മുൻകൂട്ടി കാണുവാൻ, പ്രവാചകന്മാർ മുൻകൂട്ടി കാണുവാൻ ഇടയായതുപോലെ അവർ കണ്ടു. യെശയ്യാ പ്രവാചകൻ 700 വർഷങ്ങൾക്ക് മുമ്പ് അത് കണ്ടു. ഇന്ന് നമ്മുടെ ആരാധന വേളകളിൽ അതിനെത്രയോ സ്ഥാനമുണ്ട്. പ്രവാചകൻ 4 സുവിശേഷകന്മാർ കാണുന്നത് പോലെ തന്നെ, ഒരു ദൃക്സാക്ഷി വിവരണം പോലെ തന്നെ യെശയ്യാ പ്രവചനം 53-ാം അധ്യായത്തിൽ ക്രൂശിതനായ ക്രിസ്തുവിനെ കാണുന്നതും അവനെ നോക്കുന്നതും എത്രയോ അത്ഭുതകരമാണ്. ആ കാഴ്ച ദൈവാത്മാവ് നൽകി കൊടുത്തത് യോഹന്നാൻ അപ്പോസ്തലനുണ്ടായി. അദ്ദേഹം പറഞ്ഞു, ഞങ്ങൾ കൈതൊട്ടതും ഞങ്ങൾ കണ്ടതും ഞങ്ങൾ നോക്കിയതും ഞങ്ങളുടെ കൈതൊട്ടതുമായ ജീവന്റെ വചനം സംബന്ധിച്ചെന്ന് പറയുന്നത്. രണ്ടാമത് പത്രോസ് ശ്ലീഹ ഇങ്ങനെ പറഞ്ഞു, അവനിൽ വിശ്വസിക്കുന്നവൻ ലജ്ജിച്ചു പോകുകയില്ല. 1 പത്രോസ് 2:6. അവനിൽ നോക്കി വിശ്വസിക്കുന്നവർ ലജ്ജിച്ചു പോകുകയില്ല. വിശ്വാസം ആ നോട്ടത്തിലേക്ക് പ്രവേശിക്കുന്നു. പത്രോസ് ശ്ലീഹ അദ്ദേഹവും നോക്കി വ്യക്തിപരമായിട്ട്, വേറെ യാതൊരു മാർഗവും അവശേഷിച്ചിട്ടില്ല. ആ നോട്ടത്തിൽ അദ്ദേഹവും രക്ഷ പ്രാപിച്ചു. അതിനുശേഷം പൗലോസ് ശ്ലീഹ എന്താണ് പറയുന്നത്? 1 തിമോഥെയോസ് 1:18 അദ്ദേഹം പൗലോസ് ശ്ലീഹ തൻ്റെ സ്വന്തം അനുഭവത്തെക്കുറിച്ച് പറയുന്നത്, ആ പാപികളിൽ ഞാൻ ഒന്നാമൻ, എന്നിട്ടും യേശു ക്രിസ്തു നിത്യജീവനായിക്കൊണ്ട് തന്നിൽ വിശ്വസിപ്പാനുള്ളവർക്ക് ദൃഷ്ടാന്തത്തിനായി സകല ദീർഘക്ഷമയും ഒന്നാമനായ എന്നിൽ, അടുത്ത വാക്ക്, കാണിക്കേണ്ടതിന് എനിക്ക് കരുണ ലഭിച്ചു. ദമസ്കോസിന്റെ പടിവാതിൽക്കൽ വെച്ചുണ്ടായ ആ സ്വർഗീയ ദർശനം, ആ ക്രിസ്തു ദർശനം, ആ ഒരു നിമിഷ നേരത്ത് ക്രൂശിതനായ ക്രിസ്തുവിൻ്റെ ദർശനം പൗലോസിനുണ്ടായി. പിന്നീട് ആ ലേഖനങ്ങളിലൂടെ കടന്നു വന്ന ക്രിസ്തുവിൻ്റെ ക്രൂശിനെ കുറിച്ചുള്ള വിവരണവും ക്രൂശിൻ്റെ ശക്തിയും പൗലോസ് പറയുന്നത് പോലെ ആർക്ക് പറയുവാൻ കഴിയും? എൻ്റെ പ്രിയപ്പെട്ടവരെ, നമ്മുടെ വിശ്വാസത്തിൻ്റെയും നമ്മുടെ ആത്മീയതയുടെയും ശക്തി എന്ന് പറയുന്നത് ക്രൂശിൻ്റെ ശക്തിയാണ്. എഫേസ്യ ലേഖനത്തിൽ അത് വളരെ വ്യക്തമായിട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഞാൻ നോക്കി, അങ്ങനെയാണ് പൗലോസ് ശ്ലീഹ പറയുന്നത്. ഞാൻ മടങ്ങി വരട്ടെ. ഈ വിവരണങ്ങളെല്ലാം തന്നെ, ഈ അനുഭവ സാക്ഷ്യങ്ങളെല്ലാം തന്നെ അവരെല്ലാവരും നോക്കി വിശ്വസിച്ചതുകൊണ്ടാണ് രക്ഷിക്കപ്പെടുവാൻ ഇടയായിത്തീർന്നത്. പിച്ചള സർപ്പം അതിനെ നോക്കുക, ക്രൂശിതനായ ക്രിസ്തുവിനെ, ക്രൂശിൽ ഉയർത്തപ്പെട്ട മനുഷ്യപുത്രനെ നോക്കുക. മോശ മരുഭൂമിയിൽ സർപ്പത്തെ ഉയർത്തിയതുപോലെ മനുഷ്യപുത്രനെ ഉയർത്തേണ്ടതാകുന്നു. അവനിൽ വിശ്വസിക്കുന്ന ഏവനും രക്ഷ പ്രാപിക്കേണ്ടത് തന്നെ. വീണ്ടും ഞാൻ മുന്നോട്ട് പോകട്ടെ. ആ പാളയത്തിലേക്ക് തന്നെ നമുക്കൊന്ന് പോയിട്ട് മടങ്ങി വരാം. ആ മരിക്കുന്നതിൻ്റെ കാരണം എന്താണ് മരിച്ചു പോകുന്നതിൻ്റെ കാരണം? 2 കാരണങ്ങൾ ഞാൻ പറയാം. 1, യഥാർത്ഥ സ്ഥിതിയെക്കുറിച്ചുള്ള അജ്ഞത. ബൈബിൾ അതിന് പറയുന്നത് പാപബോധം എന്നുള്ള പേരാണ്, പാപബോധം എന്നുള്ള നാമകരണമാണ്.
ഇന്ന് മനുഷ്യന് നഷ്ടപ്പെട്ടു പോയിട്ടുള്ളത് അതാണ്. പാപബോധമില്ല. സ്വയം നീതിയാൽ പാപബോധം നഷ്ടപ്പെട്ടു പോയി. പാപബോധം ആവശ്യമില്ലാത്ത ഒരാൾക്ക് രക്ഷാമാർഗം ആവശ്യമില്ല. ഒരാൾക്ക് ക്രൂശിനെ കുറിച്ച് ആവശ്യമില്ല, ക്രിസ്തുവിൻ്റെ ആവശ്യമില്ല, ക്രൂശിൻ്റെ മാർഗം ആവശ്യമില്ല, ക്രൂശിൻ്റെ വാർത്തയും ആവശ്യമില്ല. യഥാർത്ഥ സ്ഥിതിയെക്കുറിച്ചുള്ള അജ്ഞത അതാണ് ഇല്ലാതെ വന്നതുകൊണ്ട് അന്ന് അനേകർ മരിച്ചു. അവർ നോക്കിയില്ല, അതുകൊണ്ട് അവർ വിശ്വസിച്ചുമില്ല. അതായത് ദൈവത്തിൻ്റെ വാക്കിനോട് അവിശ്വസ്തത പുലർത്തുക, ഇതാണ് സാത്താൻ മനുഷ്യനെ പ്രേരിപ്പിക്കുന്നത്. ദൈവത്തിൻ്റെ വാക്കിൽ അവിശ്വസിക്കുക, സാത്താൻ്റെ ബോഷ്ക്ക് വിശ്വസിക്കുക. ഏതെല്ലാം സംഭവിച്ചതാണ്. ദൈവത്തിൻ്റെ വചനം അവിശ്വസിച്ചു, സാത്താൻ്റെ ബോഷ്ക്ക് വിശ്വസിച്ചു. അത് പ്രത്യക്ഷമായിട്ടുള്ള അനുസരണക്കേടിലേക്ക് മനുഷ്യനെ വിധേയപ്പെട്ടു. അതുകൊണ്ട് യഥാർത്ഥ സ്ഥിതിയെക്കുറിച്ച് അജ്ഞത വന്നു കഴിഞ്ഞാൽ അവൻ ഒരിക്കലും രക്ഷിക്കപ്പെടുവാൻ കഴിയുകയില്ല. ഇന്ന് രാത്രി രക്ഷാനിർണയം പ്രാപിക്കണമെങ്കിൽ, പാപത്തിൽ നിന്നൊരു വീണ്ടും ജന്മം പ്രാപിക്കണമെങ്കിൽ, ഒരു വിടുതൽ പ്രാപിക്കണമെങ്കിൽ പാപബോധമുണ്ടാകേണ്ടത് ആവശ്യമാണ്. ചെറുതും വലുതുമായ എല്ലാ പാപങ്ങളെക്കുറിച്ചുള്ള ഉൾബോധം എൻ്റെ പ്രിയ സ്നേഹിത നമുക്കുണ്ടാകേണ്ടത് ആവശ്യമാണ്. വാസ്തവത്തിൽ മനുഷ്യർ കാണുക എല്ലാവരും നീതിമാന്മാരെന്നുള്ള ഭാവേന ജീവിച്ചു എന്ന് പറയാം. എന്നാൽ എത്ര പോരായ്മകൾ, എത്ര പാപത്തിൻ്റെ എത്ര പ്രയാസങ്ങൾ, പ്രശ്നങ്ങൾ ഇരുളിലെന്ന പോലെ നമ്മുടെ ഹൃദയത്തിൽ, ചിലവരുടെ ഹൃദയത്തിലുണ്ട്. അത് മാറേണ്ടത് ആവശ്യമാണ്. അത് മാറുവാൻ തക്കവണ്ണം കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ക്രൂശ് മരണത്തിൽ വിശ്വസിക്കേണ്ടത് ഏറ്റവും വലിയൊരു ആവശ്യമാണ്. ഒന്നാമത്തെ കാര്യം, യഥാർത്ഥ സ്ഥിതിയെക്കുറിച്ചുള്ള അജ്ഞതയാണ് അന്ന് പലർക്കും രക്ഷാ വഴിക്ക് വിഘാതമായി തീർന്നത്. 2, അന്നത്തെ ഒരു പ്രധാന പ്രശ്നം, ഇത് യുക്തിക്ക് നിരക്കുന്നതല്ല. ഇന്നും അനേകർ പറയുന്നുണ്ട്, നിങ്ങൾ പറയുന്ന സുവിശേഷം കേട്ടാൽ നല്ലതായിട്ട് തോന്നും, പക്ഷേ ഇത് യുക്തിക്ക് നിരക്കുന്നതല്ല. വാസ്തവത്തിൽ പാമ്പ് കടിയേറ്റ് ഹോസ്പിറ്റലിൽ കയറിയ ഒരുവൻ ഡോക്ടർ വന്നൊരു ഇഞ്ചക്ഷൻ എടുക്കാൻ ചെല്ലുമ്പോൾ അവനിങ്ങനെ പറയുന്നത് വിചാരിക്കുക, ഇതെൻ്റെ യുക്തിക്ക് നിരക്കുന്നതല്ല. ഇതിലുള്ള മരുന്ന്, അതിൻ്റെ കണ്ടന്റ് എന്താണ്, ഇത് എത്ര ml ഉണ്ട്, അത് ലാബിൽ ചെന്നൊരു റിപ്പോർട്ട് വാങ്ങിച്ചു കൊണ്ടുവന്ന് അത് കണ്ടു കഴിഞ്ഞ ശേഷം മാത്രം എൻ്റെ യുക്തിക്ക് അത് ബോധ്യമാകുന്നുവെങ്കിൽ മാത്രമേ ഞാൻ ഇതെടുക്കുവാൻ സമ്മതിക്കുന്നുള്ളെങ്കിൽ ആ ഡോക്ടർ പറയും, നീ മരിച്ചു പോകും. ഓരോ പാമ്പ് കടിയേറ്റാലും അതിന് ചില നിമിഷങ്ങളുണ്ട്, നീ മരിച്ചു പോകും. നീ അത് മുഴുവനും നിൻ്റെ യുക്തിക്ക് മനസ്സിലാകുന്നതല്ല എന്നുള്ള നിലയിൽ വെച്ചുകൊണ്ടിരുന്നാൽ നീ തീർച്ചയായിട്ടും മരണത്തിലേക്ക് നീങ്ങിപ്പോകും. അതുകൊണ്ട് യുക്തിക്ക് നിരക്കാത്തതെന്നുള്ള തോന്നലിൽ എത്രയോ പേരുണ്ട് ഇന്നും സുവിശേഷം വിശ്വസിക്കാത്തവർ. അവർ പറയുന്നത് ഞങ്ങളുടെ യുക്തിക്ക് ഇത് നിരക്കുന്നതല്ല. ഞാൻ പറയട്ടെ പ്രിയ സ്നേഹിത, യുക്തിക്ക് നിരക്കുന്നതല്ല, മറുമരുന്ന് ആവശ്യമാണ്. ഒരുത്തന് സർപ്പദംശനം സംഭവിച്ചു കഴിഞ്ഞാൽ പാപിയായൊരു മനുഷ്യന് അവനുള്ള ആൻറ്റിഡോട്ടാണ്, മറുമരുന്നാണ് ക്രൂശിലൊഴുകിയ പുണ്യാഹ രക്തം. അത് പാപത്തിൻ്റെ സകല പ്രശ്നങ്ങളെയും അവസാനിപ്പിക്കുന്നതാണ്, പാപത്തിൻ്റെ സകല അനീതിയെയും പോക്കുന്നതാണ്. യേശുവിൻ്റെ രക്തം സകല പാപവും പോക്കി നിങ്ങളെ ശുദ്ധീകരിക്കും. ക്രൂശിൽ നിന്നൊഴുകിയ രക്തം, അതിൻ്റെ സാധ്യതകൾ എത്രയോ വലുതാണ് പ്രിയപ്പെട്ടവരെ. അത് ഏറ്റവും വലിയൊരു മറുമരുന്നാണ്. പാപത്തിന് ആ മറുമരുന്നാണ് പുണ്യാഹ രക്തം എന്ന് പറയുന്നത്. അതുകൊണ്ട് മരിക്കുന്നതിൻ്റെ കാരണങ്ങൾ ഞാൻ പറഞ്ഞു. ഒന്ന്, യഥാർത്ഥ സ്ഥിതിയെക്കുറിച്ചുള്ള അജ്ഞത, പാപബോധമുണ്ടാകുന്നില്ല, അതുകൊണ്ട് അവർ വിശ്വസിക്കുന്നില്ല, ദൈവത്തിൻ്റെ വാക്കിൽ വിശ്വസിക്കുന്നു. മറ്റത് യുക്തിക്ക് നിരക്കാത്തതെന്നുള്ള ഒരു തോന്നൽ. പക്ഷെ ആ മറുമരുന്ന് സ്വീകരിക്കേണ്ടത് ആവശ്യമാണ്. 3, കർമ്മപ്രവൃത്തികൾക്കായുള്ളൊരു പ്രേരണ മനുഷ്യനുണ്ടാകും. അനേകർ ചെയ്യുന്നത് നോക്കുക ഒഴിച്ച് എന്തു വേണേലും ചെയ്യും. അതുമാത്രം എന്നോട് പറയരുത്. സുവിശേഷം അറിയിക്കുന്ന ദൈവദാസന്മാർ അനേക വീടുകളിലേക്ക് പോയി സുവിശേഷമൊക്കെ അറിയിക്കുമ്പോൾ, അല്ലെങ്കിൽ ട്രാക്റ്റുകൾ കൊടുക്കുമ്പോൾ പലരും പറയുന്നൊരു വാക്കെന്ന് പറയുന്നത്, ഇത് മാത്രം എന്നോട് പറയരുത്. വിശ്വസിക്കാൻ മാത്രം പറയില്ല, വേറെ എന്ത് വേണമെങ്കിലും എന്നോട് പറഞ്ഞു കൊടുക്കുക, ഞാൻ ചെയ്തു കൊള്ളുക. അന്നും അതാണ് പലരും പറഞ്ഞത്. അനേകർ മരണത്തിലേക്ക് അന്ന് നീണ്ടത് കർമ്മപ്രവൃത്തി ചെയ്യുവാനുള്ള ആഗ്രഹം മനുഷ്യനുണ്ട്. എന്തെങ്കിലും ചെയ്തതിന് ശേഷം മതി. ഞാൻ ഓർക്കുന്നു, ഞാൻ കോളേജിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന കാലത്ത് എൻ്റെ ഒരു സ്നേഹിതനുണ്ടായിരുന്നു. അദ്ദേഹം എല്ലാ വർഷവും ഓരോ ക്രിസ്തീയ സ്നേഹിതനാണ്. അദ്ദേഹം ചില പ്രത്യേകമായ സ്ഥാനങ്ങളിലേക്ക് പോകും. ആ വർഷവും പോകാൻ തയ്യാറെടുത്തപ്പോൾ ഞാൻ ചോദിച്ചു, എന്തുകൊണ്ടാണ് ഈ വർഷവും പോകുന്നത്? നീ കഴിഞ്ഞ വർഷം പോയത് കൊണ്ടുള്ള ഒരു ആത്മീകമായ സംതൃപ്തി, ആത്മാവിൻ്റെ സംതൃപ്തി ഉണ്ടായിരുന്നുവെങ്കിൽ ഈ വർഷം പോകേണ്ടതില്ലായിരുന്നല്ലോ. അവൻ പറഞ്ഞു, വളരെ ശരിയാണ്, ഞാൻ ഇതുവരെയും പോയി, എനിക്ക് യാതൊരുവിധ സംതൃപ്തിയും ഉണ്ടായ. മനുഷ്യൻ കർമ്മപ്രവൃത്തികൾ കൊണ്ട് അവനൊരു സംതൃപ്തി വരുന്നില്ല. അതുകൊണ്ടാണ് പിന്നെയും ആവർത്തിക്കുന്നത്, ഓരോ വിധത്തിൽ ആവർത്തിക്കുന്നത്. അതൊഴിച്ച് ബാക്കി എല്ലാം ചെയ്യും. നോക്ക് ഒഴിച്ച് ബാക്കി എല്ലാം ചെയ്യും. അങ്കമാലിയിലെ പ്രസിദ്ധനായ ദൈവദാസനായിരുന്നല്ലോ E.P. വർഗീസ്.
അദ്ദേഹത്തിൻ്റെ ഒരു പുസ്തകമുണ്ട്, നിങ്ങൾ പലരും ഒരു പക്ഷേ വായിച്ച് കാണും. അദ്ദേഹത്തിൻ്റെ ആത്മകഥ പോലെ ഒരു പുസ്തകമുണ്ട്. എൻ്റെ പിതാവ് ചെങ്ങന്നൂരിൽ നിന്ന് ഫോർട്ട് കൊച്ചിയിലാണ് ബിസിനസ് ചെയ്യാൻ വന്നത്. ആരംഭകാലങ്ങളിൽ ഞാൻ ജനിച്ചത് കൊച്ചിയിലാണ്. ഞങ്ങൾ ചെങ്ങന്നൂർക്കാരാണ്. കൊച്ചിയിൽ പിതാവ് വന്ന് ജനിച്ചു. പിന്നീടാണ് തിരുവനന്തപുരത്തേക്ക് പോയത്. അന്ന് ഇ പി വർഗീസ് എഴുതിയ ആ പുസ്തകത്തിൻ്റെ ഒരു കോപ്പി അദ്ദേഹത്തിനോട് എൻ്റെ പിതാവിൻ്റെ ഷെൽഫിൽ നിന്ന് ഞാനതെടുത്ത് വായിച്ചിട്ടുണ്ട്. അതിൽ ഇ പി വർഗീസ് എഴുതിയിരിക്കുന്ന വളരെ സരസമായിട്ടുണ്ട്. ഒരു പ്രത്യേകമായ ഭാഗത്ത് അദ്ദേഹം ഇങ്ങനെ എഴുതിയിട്ടുണ്ട്: എല്ലാവരും അവരവർക്കുള്ള വലിയ വലിയ കാര്യങ്ങൾ പറയുമ്പോൾ ഞാൻ എന്തിനാണ് വിട്ടുകളയുന്നതെന്ന് പറഞ്ഞിട്ട് അദ്ദേഹം പറയുന്നത്, അദ്ദേഹം ജനിച്ച വീടെന്ന് പറയുന്നത് വളരെ പാരമ്പര്യമുള്ളൊരു പള്ളിയുടെ മതിലിനോട് ചേർന്നൊരു വീട്ടിലാണ് അദ്ദേഹം ജനിച്ചത്. അദ്ദേഹം അതിന് പറയുന്നത്, ഞാൻ പള്ളി മതിലിൽ കുരുത്തവനാണെന്നാണ്. അപ്പോൾ ആചാരങ്ങളും പാരമ്പര്യങ്ങളും അധികമായിട്ടുള്ള ആ ഒരു മതിലിൻ്റെ വേലിക്കെട്ടിന് തൊട്ടിപ്പുറത്താണ് ഞാൻ ജനിച്ചത്. അദ്ദേഹം പറയുന്നത്, എല്ലാവരും വലിയ വലിയ കാര്യങ്ങൾ പറയുമ്പോൾ എനിക്കുള്ളത് ഞാൻ എന്തിനാണ് വിട്ടുകളയുന്നതെന്ന് അദ്ദേഹം പറയുന്നത് ഞാൻ വളരെ ചെറുപ്പായിരിക്കും വായിച്ചാണെങ്കിൽ എൻ്റെ മനസ്സിൽ അത് പലപ്പോഴും വരും. അദ്ദേഹം പറഞ്ഞു, പാരമ്പര്യത്തിൻ്റെ മടിത്തട്ടിൽ ജനിച്ചുവെങ്കിലും രക്ഷ നേടുവാൻ എനിക്ക് യേശു ക്രിസ്തുവിനെ രക്ഷിതാവായി സ്വീകരിക്കേണ്ടി വന്നു. പാരമ്പര്യത്തിൻ്റെ മടിത്തട്ടിൽ ജനിച്ചവനാണ് ഞാനെങ്കിലും അതല്ല എന്നെ രക്ഷിച്ചത്. അതിനെല്ലാം അതിൻ്റേതായിട്ടുള്ള സ്ഥാനം കാണും. എന്നെ രക്ഷിച്ചത് ക്രിസ്തുവുമായിട്ടുള്ള വ്യക്തിപരമായ ബന്ധമാണ്. അത് തൻ്റെ ആത്മകഥയിൽ താൻ പറയുന്നുണ്ട്. അതെത്രയോ വലിയൊരു സത്യമാണ്. പ്രിയപ്പെട്ടവരെ, കർമ്മപ്രവൃത്തിക്കായിട്ടുള്ള പ്രേരണ മാറ്റിവെക്കുക. ദൈവം പറയുന്നത് വിശ്വസിക്കുക മാത്രം നീ ചെയ്യുക. അതിനോടൊന്നും കൂട്ടാനോ ഒന്നും കുറയ്ക്കാനോ പാടില്ല. ഒന്നും കൂട്ടണ്ട, വിശ്വസിക്കുക മാത്രം. അതാണ് യായിറോസിനോട് കർത്താവായ യേശു ക്രിസ്തു പറഞ്ഞത്, വിശ്വസിക്കുക മാത്രം, നീ അതിനോടൊന്നും കൂട്ടേണ്ട കാര്യമില്ല. ഇപ്പോൾ ഭയമല്ല ആവശ്യം, ഇപ്പോൾ വിശ്വാസമാണ് ആവശ്യം. മറ്റു പ്രവൃത്തികൾ ചെയ്യാനുള്ള പ്രേരണയെല്ലാം മാറ്റിവെക്കുക, വിശ്വസിക്കുക. ആ വിധത്തിൽ അത് മനസ്സിലാക്കാൻ കഴിയും. അതുകൊണ്ട് പിച്ചള സർപ്പത്തിലേക്ക് നോക്കുക ജീവൻ പ്രാപിക്കാൻ. അവിടെ ഒരു വസ്തുത നാം മനസ്സിലാക്കേണ്ടത്, അഗ്നിസർപ്പം നീങ്ങുകയല്ല വേണ്ടിയത്, താമ്രസർപ്പത്തെ നോക്കുകയാണ് ആവശ്യം. അഗ്നിസർപ്പം നീങ്ങുവാനല്ല അവിടെ പ്രാർത്ഥന, പകരം അവിടുത്തെ ആഹ്വാനം താമ്രസർപ്പത്തെ നോക്കുക. ശാപം മുറിയല്ല ആവശ്യം, സുവിശേഷത്തിൽ വിശ്വസിക്കുകയാണ് ആവശ്യം. ശാപം മുറിയല്ല ആവശ്യം, സുവിശേഷത്തിൽ വിശ്വസിക്കണം. സുവിശേഷത്തിൽ വിശ്വസിക്കുമ്പോൾ പാപത്തിൻ്റെ ശാപം പൂർണ്ണമായിട്ട് മാറിപ്പോകും. ന്യായപ്രമാണത്തിന് കഴിയാത്തതിനെ സാധിപ്പാൻ യേശു ക്രിസ്തു ലോകത്തിലേക്ക് കടന്നു വന്നു. എത്രയോ പേർ ഈ ആത്മീക സത്യങ്ങളെ ഇന്ന് നിഷേധിക്കുന്നു. വാസ്തവത്തിൽ നാം സുവിശേഷത്തിൽ വിശ്വസിക്കേണ്ടത് ആവശ്യമാണ്. അവിടെ കാണുന്നത് പിച്ചള സർപ്പം അതിനെ രൂപപ്പെടുത്തിയത് അവിടെ വളരെ വ്യക്തമായിട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട്. കൊടിമരത്തിൽ തൂക്കുന്നതിന് മുമ്പ് ഒരു പിച്ചള അത് തീയിലൂടെ കടന്ന് അതിന് രൂപമാറ്റം സംഭവിച്ച് അത് അടിച്ചു പരത്തി ഒരു പിച്ചള സർപ്പത്തിൻ്റെ രൂപത്തിലാക്കി അത് കൊടിമരത്തിൽ തൂക്കിയപ്പോൾ അതിനൊരു പ്രത്യേകതയുണ്ടായിരുന്നു. ഇസ്രായേൽ മക്കളുടെ ആ കനാൻ ദേശ പ്രയാണത്തിൽ രാത്രി അഗ്നിസ്തംഭം, പകൽ മേഘസ്തംഭം. അവർക്ക് തണലായിരുന്നു, രാത്രിയിൽ പ്രകാശമായിട്ട് അഗ്നിസ്തംഭമായിരുന്നു. ഈ പിച്ചള സർപ്പത്തെ തൂക്കിയതിനൊരു ഒരു ഒരു ഗുണം, രാവും പകലും ഒരുപോലെ അത് ദർശിക്കുവാൻ കഴിയുമായിരുന്നു. രാത്രിയിലും കാണാം, പകലും കാണാം. അഗ്നിസ്തംഭത്തിൽ നിന്നുള്ള പ്രകാശത്താൽ ആ പിച്ചള അത് റിഫ്ലക്റ്റ് ചെയ്യും, അത് തിളങ്ങും. നോക്കുക, ദൈവത്തിൻ്റെ കരുണ എത്രമാത്രം വലുതായിരുന്നു ഒരു മനുഷ്യനെ രക്ഷിക്കുവാൻ. അവൻ കടിയേറ്റ് ചാകട്ടെ, അവൻ വചനത്തെ നിഷേധിച്ചവനാണല്ലോ എന്നല്ലല്ലോ ദൈവം പറഞ്ഞത്, എന്നല്ലല്ലോ സ്വർഗം കരുതിയത്. പകരം അവനെയും രക്ഷിപ്പാൻ തക്കവണ്ണം ദൈവത്തിനൊരു മാർഗമുണ്ടായി. അവനേത് രാത്രിയിലും അതിലേക്ക് നോക്കുവാൻ കഴിയണം. അതിൻ്റെ പ്രകാശത്തിൽ അത് തിളങ്ങുന്നത് കാണുവാൻ കഴിയുമ്പോൾ, മോശ മുഖാന്തരം കൽപ്പിച്ച വാക്ക് അതിൽ നോക്കിയാൽ ഞാൻ ജീവൻ പ്രാപിക്കുമെന്നാണെങ്കിൽ, കർത്താവെ ഞാൻ നോക്കുന്നു, ദൈവമേ ഞാൻ നോക്കുന്നുവെന്ന് പറഞ്ഞുകൊണ്ട് നോക്കി ആ ക്ഷണത്തിൽ അവൻ ജീവൻ പ്രാപിക്കുന്ന അനുഗ്രഹീതമായ പ്രക്രിയയിലേക്ക് കടന്നു വരുവാൻ ഇടയായിത്തീരും. രാവിലെയാണെങ്കിലും നോക്കാം. എനിക്കറിഞ്ഞുകൂടെ എത്ര സമയം കൊണ്ടാണ് മരണം അവിടെ വന്നുവെന്നുള്ളത്. ഓരോ പാമ്പ് കടിയേൽക്കുമ്പോഴും സമയത്തിന് വ്യത്യാസമുണ്ട്. ചിലത് വളരെ പെട്ടെന്ന്, ചില ദിവസങ്ങൾ, ചില മണിക്കൂറുകൾ, ചിലപ്പോൾ ചില മണി. പക്ഷെ മരണം ഉറപ്പാണ് എന്ന് പറഞ്ഞ പോലെ ഇത് ഒരു കാര്യമുണ്ട്, ഇത് നോക്കുവാനുള്ള സമയമുണ്ട്. എന്തായാലും ജീവൻ പ്രാപിക്കാനുള്ള സമയമുണ്ട്. ആ വാർത്ത കേട്ട് അതിനോടകം അവർ നോക്കിയാൽ ജീവൻ പ്രാപിക്കും. ആ സമയമുണ്ട്. ഞാൻ ചോദിക്കട്ടെ പ്രിയപ്പെട്ടവരെ, ദൈവം എന്തിനാണ് നമുക്ക് ആയുസ് നൽകിയിരിക്കുന്നത്? യേശു ക്രിസ്തു പറഞ്ഞു 70 വയസ്സോ അല്ലെങ്കിൽ ഏറെയായാൽ 80. അതിൻ്റെ അർത്ഥം 70 വയസ്സോ 80 ആകുമ്പോൾ അങ്ങ് മരിക്കണമെന്നുള്ളതല്ല. മനുഷ്യൻ്റെ ലൈഫ് ക്വാളിറ്റിയാണ് ഇവിടെ പ്രധാനപ്പെട്ട വിഷയം. അത് 70-80 അതിനുള്ളിൽ ചെയ്തു തീർക്കേണ്ടതുണ്ട്. എന്തിനാണ് ദൈവം ആയുസ് നൽകിയിരിക്കുന്നത്?
അതിനുശേഷം മരണത്തിലേക്ക് നീങ്ങുമെന്നുള്ളത് സുനിശ്ചിതമാണ്. ആയുസ് അവസാനിച്ചേ പറ്റുമെന്നുള്ളത്, സർപ്പത്തിൻ്റെ കടിയേറ്റാൽ ഒരിക്കൽ മരണമെന്നുള്ളതൊരു യാഥാർത്ഥ്യമാണെങ്കിൽ, പാപിയായ മനുഷ്യൻ ജനിച്ചാൽ ഒരു ദിവസം അവൻ്റെ ആയുസ് അവസാനിക്കും, അവൻ മരിക്കും. പിന്നെ എന്തിനാണ് ഈ ആയുസ്? ഈ ആയുസ് എന്തിനാണ്? കുറേ ധനം സമ്പാദിക്കുവാൻ, കുറേ വിദ്യാഭ്യാസം നേടുവാൻ, ലോകത്തിൻ്റെ ഏറ്റവും ഉന്നതമായ നിലകളിൽ എത്തുവാൻ. അതെല്ലാം അതാതിൻ്റെ സ്ഥാനത്ത് നല്ലതാണെങ്കിലും ആയുസ് എന്ന് പറയുന്നത് അതിനേക്കാളെല്ലാം ഉപരി യേശു ക്രിസ്തുവിൽ വിശ്വസിച്ച് നിത്യജീവൻ പ്രാപിക്കുവാനാണ്. യേശു ക്രിസ്തു ഒരു മനുഷ്യന് നൽകിയിട്ടുള്ള ആയുസ്. ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന പ്രിയ സ്നേഹിത, താങ്കളുടെ പ്രായം എന്ത് തന്നെ ആയിക്കൊള്ളട്ടെ, ഒരുപക്ഷെ കുഞ്ഞുങ്ങൾ എന്നെ കേൾക്കുന്നുണ്ടായിരിക്കും, യുവാക്കൾ എന്നെ കേൾക്കുന്നുണ്ടായിരിക്കും. റോഡിൽ നിന്നും ഈ ഓൺലൈനിലൂടെയും ദൂരെ നിന്നും അടുത്തു നിന്നും എവിടെ നിന്നും ഏത് പ്രായത്തിലും എന്തിനാണ് ദൈവം നിങ്ങൾക്ക് ആയുസ് നൽകിയിരിക്കുന്നത്? ഇവിടെ ഇരിക്കുന്ന വിശ്വാസികൾക്ക് ലഭിച്ച ആയുസിൻ്റെ മധ്യത്തിൽ അവർ നോക്കി രക്ഷപ്പെട്ടു. ഒരു പാരമ്പര്യത്തിൻ്റെയും അടിസ്ഥാനത്തിലല്ല, അങ്ങനെ പറ്റുകയില്ല എന്നറിഞ്ഞിട്ട് അവർ നോക്കി രക്ഷ പ്രാപിച്ചു. ഇന്ന് രാത്രി ദൈവം നൽകിയിരിക്കുന്ന ആയുസ് എന്ന് പറയുന്നത്, അത് നീട്ടി നൽകിയിരിക്കുന്നത് നിങ്ങൾ രക്ഷിക്കപ്പെടുവാൻ, സ്വർഗത്തിലേക്ക് പ്രവേശിക്കുവാൻ, നിങ്ങളുടെ പാപങ്ങൾ മോചിക്കുവാൻ. ഞാൻ ഇങ്ങനെ പറഞ്ഞു മുന്നോട്ട് പോകട്ടെ പ്രിയപ്പെട്ടവരെ. ലോകത്തിലെ ഏറ്റവും വലിയ അനുഗ്രഹം ഏതാണ്? പാപക്ഷമയുടെ അനുഗ്രഹം. അതിനേക്കാൾ വലിയൊരു അനുഗ്രഹം പ്രാപിപ്പാൻ ആർക്കും സാധ്യയില്ല. പാപക്ഷമ, അതാണ് ഏറ്റവും വലിയ അനുഗ്രഹമായി ദൈവം നൽകിയിരിക്കുന്നത്. വാസ്തവത്തിൽ ബൈബിളിലെ ചില ചിത്രീകരണങ്ങൾ ആ പാപക്ഷമയുടെ അനുഗ്രഹങ്ങൾ വളരെ വ്യക്തമായി ചൂണ്ടിക്കാണിക്കുന്നതാണ്. ഒരു ഭാഗത്ത് അത് യേശു ക്രിസ്തുവിനെ ക്രൂശിൽ വിശ്വസിക്കുമ്പോൾ ദൈവം എങ്ങനെ പാപം ക്ഷമിക്കുന്നുവെന്നുള്ളത് പഴയ നിയമകാലത്ത് തന്നെ ദൈവം വെളിപ്പെടുത്തിയിരുന്നു. ഒരു ഭാഗത്ത് ഇങ്ങനെയാണ്, ഞാൻ നിന്റെ പാപങ്ങളെ എൻ്റെ പുറകിൽ എറിഞ്ഞു കളഞ്ഞിരിക്കുന്നു. ദൈവത്തിൻ്റെ പുറകിൽ ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന ആ ക്ഷമം, ആ നിമിഷം നിന്റെ പാപങ്ങളെ ദൈവത്തിൻ്റെ പുറകിൽ, അതെൻ്റെ പുറകിലായിരുന്നുവെങ്കിൽ എന്നെ കൂടെ സാത്താൻ എടുത്ത് കാണിച്ച് എൻ്റെ മനസ്സാക്ഷിയെ ദണ്ഡിപ്പിക്കുമായിരുന്നു. എന്നാൽ ദൈവത്തിന് സ്തോത്രം, അത് ദൈവത്തിൻ്റെ പുറകിലായതുകൊണ്ട് അതെന്നേക്കുമായിട്ട് മാറ്റപ്പെട്ടു. അതിൽ കൂടുതലുള്ള അനുഗ്രഹം എന്തു വേണം? അതൊരിക്കലും കൊണ്ടുവന്ന് നമ്മുടെ മനസ്സാക്ഷിയെ ദണ്ഡിപ്പിക്കാത്ത വിധത്തിൽ അത് ആ ചിത്രീകരണം ക്രൂശ് മുഖാന്തരമുള്ള രക്ഷയുടെ പാപക്ഷമയുടെ ചിത്രീകരണമാണ്. മറ്റൊരു ഭാഗത്ത് ഇങ്ങനെ പറഞ്ഞു, എൻ്റെ പാപങ്ങൾ സമുദ്രത്തിൻ്റെ ആഴത്തിലിട്ട് കളഞ്ഞിരിക്കുന്നുവെന്നാണ് ജോൺ ബെനിയൻ പറഞ്ഞിരിക്കുന്നത്. ദൈവമേ സ്തോത്രം, അതൊരു നദിയല്ലല്ലോ. ഒരു നദിയായിരുന്നുവെങ്കിൽ വേനൽക്കാലത്ത് അത് വറ്റുകയും നിന്റെ പാപങ്ങൾ അവിടെ കിടക്കുന്നുവെന്ന് സാത്താൻ അത് കാണിച്ച് എൻ്റെ മനസ്സാക്ഷിയെ ദണ്ഡിപ്പിക്കുകയും ചെയ്യുമായിരുന്നു. അത് സമുദ്രത്തിൻ്റെ ആഴങ്ങളിലേക്ക് ഈയക്കട്ടി പോലെ താണു പോയിരിക്കുന്നു. ആ പാപങ്ങൾ അതൊരിക്കലും പൊങ്ങി വരികയില്ല. ക്രിസ്തുവിൻ്റെ ക്രൂശ് മുഖാന്തരം ഒരുവൻ പ്രാപിക്കുന്ന പാപക്ഷമയുടെ അനുഗ്രഹമാണ്. ആ പിച്ചള സർപ്പത്തിലേക്ക് നോക്കുന്നവൻ പാപക്ഷമയും ജീവനും പ്രാപിക്കും. ക്രൂശിലേക്ക് നോക്കുന്നവൻ, യേശു ക്രിസ്തുവിൻ്റെ ക്രൂശിലേക്ക് നോക്കുന്നവൻ പാപക്ഷമയും ജീവനും പ്രാപിക്കും. മറ്റൊരു ചിത്രീകരണം, കാർമുകിലിനെ പോലെ എൻ്റെ പാപങ്ങളെ മാറ്റിയിരിക്കുന്നുവെന്നാണ്. ഒരിക്കൽ മാറിപ്പോയ കാർമുകിൽ പിന്നീടത് വരികയില്ല, വേറെ കാർമുകിൽ വന്നെങ്കിലേ ഉള്ളൂ. പ്രിയ സ്നേഹിത, ഇതിൽ കൂടുതലുള്ള ഭാഗ്യം ഏതാണ് വേണ്ടിയത്? ക്രിസ്തുവിനെ നോക്കുമ്പോൾ ലഭ്യമാകുന്ന അനുഗ്രഹത്തിൻ്റെ ആ ചിത്രീകരണം പാപക്ഷമ, പാപം മാറിപ്പോകുന്നു. ആ രക്തത്തിന്, അവൻ്റെ രക്തത്തിൻ്റെ സാധ്യത അത്രമാത്രം വലുതാണ്. അത് കാർമുകിലിനെ പോലെ മാറിപ്പോകുന്നു. വേറൊരു ഭാഗത്ത് ഉദയമസ്തമയത്തോട് അകന്നിരിക്കുന്നത് പോലെ അവൻ എൻ്റെ ലംഘനങ്ങളെ അകറ്റിയിരിക്കുന്നു. കിഴക്കും പടിഞ്ഞാറും തമ്മിലുള്ള ദൂരം അളക്കുവാൻ ഇന്നും ശാസ്ത്രത്തിന് കഴിഞ്ഞിട്ടില്ല. ഒരിക്കലും ദിക്കുകൾ തമ്മിൽ അടുക്കുവാൻ കഴിയില്ല, അത് അകന്നേ നിൽക്കുകയുള്ളൂ. ദൈവം യേശു ക്രിസ്തു മുഖാന്തരം ക്രിസ്തുവിലേക്ക് കടന്നു വരുമ്പോൾ, ഒരു വ്യക്തിയുടെ പാപം ക്ഷമിക്കുമ്പോൾ അത് ദിക്കുകൾ അകന്നു പോകുന്നത് പോലെ രണ്ട് ദിക്കിലേക്ക് അകന്ന് മാറും. പ്രിയപ്പെട്ടവരെ, ഈ കൊടിമരത്തിൽ തൂക്കിയ പിച്ചള സർപ്പത്തിലേക്ക് നോക്കേണ്ടത് ആവശ്യമാണ്. അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നതാണ്, അത് തീയിലിട്ട് ഉരുക്കി അടിച്ച സർപ്പത്തിൻ്റെ ആകൃതി വരുത്തുന്നു. പിച്ചള സർപ്പത്തിനെ ആകൃതി വരുത്തുന്നു. കർത്താവായ യേശു ക്രിസ്തുവിലേക്ക് നോക്കുക. അവൻ കടന്നു വന്ന് വഴി നോക്കുക. സ്വർഗത്തിൻ്റെ പ്രമോദ വിഷയമായിരുന്നവൻ, ദൈവപുത്രന്മാരുടെ, ദൈവദൂതന്മാരുടെ ആരാധ്യ വിഷയമായിരുന്നവൻ, അവൻ സ്വർഗത്തിൽ നിന്ന് ഭൂമിയിലേക്ക് കടന്നു വന്ന് ഒരു സ്ത്രീയുടെ ഉദരത്തിൻ്റെ പരിമിതികളിലേക്ക് ഇറങ്ങിച്ചത്, എല്ലാവിധമായ ലൗകിക ക്ലേശങ്ങളിലൂടെയും വളർന്നു വന്ന് ദാരിദ്ര്യം അനുഭവിച്ചവനായി. യെശയ്യാ പ്രവചനം അവനെ കുറിച്ച് പറയുന്നത് അവൻ രോഗം ശീലിച്ചവനെന്നാണ്.
ഇന്ന് അനേകർ ക്രിസ്തു മുഖാന്തരം രോഗസൗഖ്യം പറയുന്നുണ്ട്. യേശു ക്രിസ്തുവിന് രോഗസൗഖ്യം നൽകുവാൻ കഴിയുമെന്നുള്ളതിന് യാതൊരുവിധ മാറ്റവുമില്ല. അത് പൂർണ്ണമായി ഞങ്ങൾ വിശ്വസിക്കുന്നു. പക്ഷേ അതിൽ വെളിപ്പെടുവാനുള്ള ദൈവത്തിൻ്റെ ഉദ്ദേശം വെളിപ്പെടണമെന്ന് മാത്രമേ ഉള്ളൂ. അവിടെ എല്ലാം ഒരു വിശ്വാസിക്ക് ദൈവം വാഗ്ദാനം ചെയ്തിരിക്കുന്നത് അവൻ സൗഖ്യം നൽകുവാൻ പര്യാപ്തമാണ്. പക്ഷേ കൃപയാണ് വാഗ്ദാനം നൽകിയിരിക്കുന്നത്. കാരണം അവൻ തന്നെ രോഗം ശീലിച്ചവനായിരുന്നു. എല്ലാ പരിമിതികളിലേക്ക് കടന്നു വന്നു. ഒരിക്കൽ അവസാനം ഒടുവിൽ മരണത്തിലേക്ക് നീങ്ങുന്ന സന്ദർഭത്തിൽ, അത് ഞാൻ ഒടുവിൽ പറഞ്ഞ് അവസാനിപ്പിക്കാം, അവൻ എത്രമാത്രം പരിമിതിയുള്ളവനായി തീർന്നു, എത്രമാത്രം ചുരുങ്ങി. ആ പിച്ചള സർപ്പത്തെ പോലെ അവൻ ദൈവിക ക്രോധാഗ്നിയിൽ വെന്തിരിച്ചു. നമുക്കറിയാം, നാം സാധാരണ ആരാധന യോഗങ്ങളിൽ കടന്നു വരുമ്പോൾ യേശുക്രിസ്തുവിൻ്റെ കഷ്ടാനുഭവങ്ങളെ ധ്യാനിക്കാറുണ്ട്. ആ കഷ്ടാനുഭവങ്ങൾ ധ്യാനിക്കുന്നത് 4 സുവിശേഷന്മാർ നൽകുന്ന വിവരണങ്ങളിലൂടെയാണ്. അതിൽ ക്രിസ്തു അനുഭവിച്ച നിന്ന, പീഡ, വിഷമങ്ങൾ, പ്രയാസങ്ങൾ അതെല്ലാം അവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതാണ് നാം തീർച്ചയായിട്ടും വായിക്കേണ്ടതാണ്. ക്രിസ്തുവിൻ്റെ കഷ്ടാനുഭവങ്ങൾ പുതിയ നിയമാരാധനയുമായി ആ ധ്യാനം ഏറ്റവും ചേർന്ന് നിൽക്കുന്ന കാര്യമാണ്. പക്ഷേ ഞാൻ പറയാൻ പോകുന്ന മറ്റൊരു കാര്യമാണ്. ആ കഷ്ടതകൾ മുഴുവൻ മനുഷ്യൻ യേശു ക്രിസ്തുവിനോട് ചെയ്ത കഷ്ടതകളാണ്. ക്രൂശീകരണ സമയമെന്ന് പറയുന്നത് ദൈവപുത്രൻ ക്രൂശിൽ ഉയർത്തപ്പെട്ടത് മോശ മരുഭൂമിയിൽ സർപ്പത്തെ ഉയർത്തിയതുപോലെ മനുഷ്യപുത്രനെയും ഉയർത്തേണ്ടതാകുന്നു. അത് 6 മണിക്കൂർ സമയമാണ്. അതിന് 2 വിഭജനമുണ്ട്. ഒന്ന് ആദ്യത്തെ 3 മണിക്കൂർ, രണ്ടാമത്തെ 3 മണിക്കൂർ. ആദ്യത്തെ 3 മണിക്കൂർ എന്ന് പറയുന്നത് മനുഷ്യൻ ചെയ്ത പ്രയാസങ്ങളാണ്, മനുഷ്യൻ ചെയ്ത കഷ്ടതകളാണ്. അതാണ് സുവിശേഷങ്ങളിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. അതാണ് നാം വായിക്കുന്നത്, ധ്യാനിക്കുന്നത്, കണ്ണുനീർ വായിക്കുന്നത്, സങ്കടപ്പെടുന്നത്. അതെല്ലാം മനുഷ്യൻ ക്രിസ്തുവിനോട് ചെയ്തിട്ടുള്ള സങ്കടങ്ങളാണ്. നമുക്കറിയാം, ചില വർഷങ്ങൾക്ക് മുമ്പ് ക്രിസ്തുവിനെ സംബന്ധിച്ചുള്ള ഒരു ചലച്ചിത്രം രൂപപ്പെട്ടപ്പോൾ അത് കണ്ടു നിൽക്കുവാൻ, അതിനകത്തെ കഷ്ടതകൾ കണ്ടു നിൽക്കുവാൻ കഴിയാതെ അമേരിക്കയിലെ യുവാക്കന്മാർ തിയേറ്റർ വിട്ട് ഓടിയെന്നാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. അവർക്ക് ആ സങ്കടകരമായ കാഴ്ച ഉൾക്കൊള്ളുവാൻ കഴിഞ്ഞില്ല. വാസ്തവത്തിൽ ആ കാഴ്ച എല്ലാം തന്നെ സുവിശേഷകന്മാർ രേഖപ്പെടുത്തിയിരിക്കുന്നത് ആദ്യത്തെ 3 മണിക്കൂർ നേരത്ത് യേശു ക്രിസ്തു അനുഭവിച്ച കഷ്ടതകൾ മനുഷ്യരാലുള്ള കഷ്ടതകളാണ്, പ്രയാസങ്ങളാണ്. അതാണ് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. എന്നാൽ അടുത്ത 3 മണിക്കൂർ എന്താണ് യേശു ക്രിസ്തു അവിടെ സംഭവിച്ചു എന്നുള്ളത്, ക്രൂശിൽ എന്താണ് സംഭവിച്ചു എന്നുള്ളതും യേശു ക്രിസ്തു എന്താണ് അനുഭവിച്ചു എന്നുള്ളതും ആർക്കും അറിഞ്ഞുകൂടാ. അതാണ് ദൈവിക ക്രോധാഗ്നിയിൽ ദൈവപുത്രൻ വെന്തിരിഞ്ഞ സമയം. മനുഷ്യൻ്റെ പാപത്തിന് പകരമായിട്ടുള്ള പ്രായശ്ചിത്ത യാഗമായി ദൈവം അത് രൂപാന്തരപ്പെടുത്തി. ആ സമയം ക്രിസ്തു എന്തനുഭവിച്ചു എന്നുള്ളത് ആർക്കും അറിഞ്ഞുകൂടാ. അതാ തീച്ചൂളയിൽ അവൻ പിച്ചള തീച്ചൂളയിൽ വെന്തിരിയുന്നത് പോലെ അവൻ വെന്തിരിയുകയായിരുന്നു, ഒരു രക്ഷാവഴിയായി തീരുവാൻ. അവൻ ആ തീച്ചൂളയിൽ കിടന്ന് വെന്തിരിഞ്ഞു. ആകെക്കൂടെ ക്രിസ്തു ഉച്ചരിച്ചിട്ടുള്ള എൻ്റെ ദൈവമേ നീ എന്നെ കൈവിട്ടത് എന്തെന്നുള്ള ഒരൊറ്റ വാക്ക് മാത്രമേ ആ 3 മണിക്കൂർ സന്ദർഭത്തിൽ ഒരു രേഖയായിട്ടുള്ളൂ. ഒരു സുവിശേഷകനും അത് രേഖയാക്കുവാൻ കഴിഞ്ഞിട്ടില്ല. കാരണം അതൊരു കറുത്ത തിരശ്ശീലയിട്ടതുപോലെ അതിൻ്റെ ഉള്ളിലായിരുന്നു. ദൈവം ആ അനുഭവം മാനവജാതിയുടെ രക്ഷാമാർഗമാക്കി, പ്രായശ്ചിത്ത യാഗമാക്കി തീർക്കുന്ന പ്രക്രിയ നടന്നത് ആ 3 മണിക്കൂർ നേരമാണ്. അവനെ പരിഹസിച്ചതും നിന്ദിച്ചതും ഞാൻ ചില സന്ദർഭത്തിൽ പറയുമ്പോൾ അതെല്ലാം ആദ്യത്തെ 3 മണിക്കൂർ നേരത്തിലാണ്. അത് തന്നെ നമുക്ക് ഉൾക്കൊള്ളുവാൻ കഴിയാത്തതാണ്. നമ്മളെ ഒരുവൻ അടിച്ചാൽ നാം ചിലപ്പോൾ അത് ക്ഷമിക്കും. പക്ഷെ നമ്മളോട് തിരിച്ചൊരു മനസ്സാക്ഷിയെ ദണ്ഡിപ്പിക്കുന്ന ഒരു വാക്ക് പറഞ്ഞാൽ ആരെങ്കിലും അത് ക്ഷമിക്കുമോ എന്ന് അറിഞ്ഞുകൂടാ. ഈയിടെ ഞാൻ സാധാരണ പുറത്തുനിന്നുള്ള ഉദാഹരണങ്ങൾ അധികം പറയുന്നതല്ല, പക്ഷേ ഒരു ഉദാഹരണം ഞാനിപ്പോൾ പറയാറുണ്ട്. അതായത് വളരെ സുപരിചിതമായ ADM നവീൻ ബാബുവിൻ്റെ ഒരു മരണവുമായി സംഭവിച്ച ഒരു ഉദ്ധരണി എൻ്റെ ഹൃദയത്തെ അത് വല്ലാതെ സ്പർശിച്ചു. ആ കുടുംബം കോടതിയിൽ കൊടുത്ത ഒരു വാക്കിങ്ങനെയാണ്: ആത്മാഭിമാനത്തെക്കാൾ വലുതല്ല മരണഭയം. പലപ്പോഴും നാം മറന്നുപോകുന്നൊരു വാക്കാണ്. പലരും വിചാരിക്കുന്നത് എനിക്കെന്തും പറയാമെന്ന്, എനിക്കെന്തുമാകാം. ക്രിസ്തുവിനോട് അങ്ങനെയല്ലേ ചെയ്തത്? ഞാൻ അതിലേക്ക് തന്നെ വരട്ടെ. ഞാൻ ബാക്കി ഉദാഹരണങ്ങൾ മനുഷ്യ നാം ശ്രദ്ധിക്കേണ്ടത്. അനേകർ പറഞ്ഞു, രാഷ്ട്രീയക്കാർ പറഞ്ഞു, ഇത് എല്ലാവർക്കും ഒരു പാഠമാണ്. ആത്മാഭിമാനം എന്നുള്ളത് മരണഭയത്തെക്കാൾ വലുതാണ്. എന്നാൽ യേശു ക്രിസ്തുവിൻ്റെ ക്രൂശിലേക്ക് നോക്കുക. അവനെ ചവിട്ടിമതിച്ച നിമിഷങ്ങൾ, അവനെ ഇല്ലാതാക്കിയ നിമിഷങ്ങൾ, അവനെ പരിഹസിച്ച് തീർന്ന ശേഷം എന്നാണ് നാം വായിക്കുന്നത്. ഇനി പരിഹാസത്തിൻ്റെ വാക്കുകൾ ബാക്കിയില്ലാതെ വണ്ണം
പരിഹാസം മുഴുവനായി അവൻ്റെ മേൽ ചൊരിച്ചു. ഞാൻ നേരത്തെ പറഞ്ഞ വാക്ക്, നമ്മളെ ഒരുവൻ അടിച്ചാൽ നാം ക്ഷമിക്കും. നാം പറയാറുള്ളതാണ് പലപ്പോഴും, മനുഷ്യർ എന്നെ അടിച്ചിരുന്നെങ്കിൽ ഞാൻ ക്ഷമിച്ചേനെ. പക്ഷെ ആ പറഞ്ഞ വാക്ക് അതെനിക്ക് വിട്ടുകളയാൻ പ്രയാസമാണ്. അങ്ങനെയാണെങ്കിൽ ക്രിസ്തുവിന് നേരെ പറഞ്ഞ വാക്കിന് യാതൊരു കണക്കുമില്ല പ്രിയപ്പെട്ടവരെ. അവനെ പരിഹസിച്ച് തീർന്ന ശേഷം പരിഹാസിയുടെ നാവിൻ്റെ തുമ്പിൽ ഇനി നിന്നയുടെ ഒരു വാക്ക് അവശേഷിപ്പിക്കാത്ത വണ്ണം അവൻ്റെ ജഡീകമായ എല്ലാവിധമായ കോപവും ക്രോധവും എല്ലാം പ്രകടിപ്പിച്ച ആ നിമിഷങ്ങൾ. ഇതാണ് യേശു ക്രിസ്തുവിൻ്റെ ക്രൂശ് മരണത്തിൽ സംഭവിച്ചത്. ഞാൻ എൻ്റെ വാക്കുകൾ ഒടുവിലത്തെ രംഗത്തിലേക്ക് വരേണ്ട ഒരു സമയമായിരിക്കുന്നു. ആ പിച്ചള സർപ്പം ഉരുകിയതുപോലെ ക്രൂശിൽ ഉരുകി. ഒടുവിലത്തെ 3 മണിക്കൂർ നേരത്തെ വെന്തെരിഞ്ഞവനായ ദൈവിക ക്രോധാഗ്നിയിൽ, അതാണ് ദൈവിക ക്രോധാഗ്നി എന്ന് പറയുന്നത്. ദൈവിക ക്രോധാഗ്നി, പാപത്തിൻ്റെ നേർക്കുള്ള ദൈവത്തിൻ്റെ ക്രോധാഗ്നി, പാപിയുടെ നേർക്കുള്ള ദൈവത്തിൻ്റെ സ്നേഹാഗ്നി. അതിൽ ദൈവപുത്രൻ വെന്തിരിഞ്ഞു. അതാണ് മനുഷ്യന് രക്ഷാമാർഗമായി തീർന്നത്. വാസ്തവത്തിൽ അതിനുശേഷം അവൻ ഉയർത്തപ്പെട്ടു. കൊടിമരത്തിന്മേൽ, ആ ക്രൂശിന്മേൽ ഉയർത്തപ്പെട്ടു. മനുഷ്യപുത്രൻ ഉയർത്തപ്പെട്ടു. ആ പരിമിതികളിലേക്ക് ഇറങ്ങി വന്നു. മക്കൾ ജഡരക്തങ്ങളോടുകൂടി അവനാകൊണ്ട് അവനും അവരെ പോലെ ജഡരക്തങ്ങളോടുകൂടി ആയി. മനുഷ്യരെ പോലെ അവൻ കടന്നു വന്ന എബ്രായ ലേഖനത്തിൽ പറയുന്നത് അതാണ്. വീണ്ടും ആ പാളയത്തിലേക്കൊന്ന് മടങ്ങി ചെന്നിട്ട് ക്രൂശിലേക്ക് വരാം. അവിടെ സർപ്പത്തിൻ്റെ കടി കൊണ്ട് പലരും മരിച്ചുകൊണ്ടിരിക്കും. പലരും ദൈവത്തിൻ്റെ വാക്ക് വിശ്വസിച്ച് രക്ഷ പ്രാപിച്ചു. എന്നാൽ പലർക്കും വിശ്വസിക്കുവാൻ പ്രയാസമായി തീർന്നു. നിങ്ങളൊരു കൂടാരത്തിലേക്ക് നോക്കുക. അവിടെ എനിക്ക് 2 സഹോദരന്മാരെ കാണാൻ കഴിയും. 2 പേരും ഒരു കട്ടിലിൽ തന്നെ കിടക്കുകയാണ്. ആ കൂടാരത്തിൻ്റെ വാതിലിലൂടെ ദൂരെ പിച്ചള സർപ്പം ഉയർത്തപ്പെട്ടത് അവർക്ക് കാണുവാൻ കഴിയും. മോശയുടെ നേതൃത്വത്തിൽ മോശയും മറ്റ് ദൈവദാസന്മാരും ഉടനീളം സഞ്ചരിച്ച് പ്രസംഗിച്ചു കൊണ്ടിരുന്നു, സുവാർത്ത പറഞ്ഞുകൊണ്ടിരുന്നു. യുവാവേ, യുവതിയെ, പിതാവേ, മാതാവേ, നിങ്ങൾക്ക് കടിയേറ്റുവെങ്കിൽ ആകെ നിവർത്തി അതിലേക്ക് നോക്കുക. നിനക്ക് കാണാമല്ലോ ആ വാതിലിലൂടെ ദൂരെ. അതിലൊരുവൻ നോക്കി അവൻ രക്ഷ പ്രാപിച്ചു, മറ്റവൻ തിരിഞ്ഞു കിടക്കുകയാണ്. അവൻ പറഞ്ഞു, ഈ 20-ാം നൂറ്റാണ്ടിൽ ഇന്നത്തെ രീതി പറഞ്ഞു, ഞാനിത് വിശ്വസിക്കുകയില്ല, എനിക്ക് നോക്കണ്ട, എനിക്ക് വിശ്വാസം വരുന്നില്ല, ഞാനത് നോക്കിയില്ല എന്ന് പറഞ്ഞ് അവൻ മാറിക്കിടന്നു. അവൻ തല തിരിച്ചു കിടന്നു, അവൻ മറുതലിച്ചു കിടന്നു. അവൻ രക്ഷപ്പെട്ടില്ല. അല്പം നിമിഷങ്ങൾക്ക് അവൻ മരിച്ചുപോയി. ആരാണ് അവൻ്റെ മരണത്തിന് ഉത്തരവാദി? അവൻ്റെ മരണത്തിന് ഉത്തരവാദി ആ വ്യക്തി തന്നെയാണ്. എനിക്ക് ഏറ്റവും സങ്കടകരമായൊരു കാര്യം, ഞാൻ അടിസ്ഥാനപരമായ ഒരു സുവിശേഷ പ്രസംഗനാണ്. അനേക സന്ദർഭങ്ങളിൽ ഞാൻ പറഞ്ഞിട്ടുള്ളൊരു കാര്യം, നിങ്ങൾ മരിച്ചാൽ, നിങ്ങൾ നരകത്തിലേക്ക് പോയാൽ, അന്ന് ഒരു തുള്ളി ജീവജലം നിങ്ങളുടെ നാക്കിൻ തുമ്പിലേക്ക് നൽകുവാൻ ഞങ്ങൾക്ക് കഴിവില്ല. നിങ്ങൾക്ക് വേണ്ടി ഇന്ന് പൊഴിക്കുവാൻ കണ്ണുനീർ ഞങ്ങൾക്കുണ്ടായെന്ന് വരാം. എന്നാൽ അന്ന് അതിനും കഴിയുകയില്ല. എൻ്റെ പ്രിയ സ്നേഹിത, താങ്കൾ പോകുന്നത് ഏറ്റവും ഭയങ്കരമായൊരു അനുഭവത്തിലേക്കാണ്. താങ്കൾ മരിച്ചാൽ അതിന് ഉത്തരവാദി താങ്കൾ തന്നെയാണ്. നരകത്തിലേക്ക്, പാപക്ഷമയില്ലാത്ത നരകത്തിലേക്ക്, ഒരിക്കലും അവസാനിക്കാത്ത ന്യായവിധിയിലേക്ക് നീങ്ങുക എന്ന് പറയുന്നത് മനുഷ്യന് ഒരിക്കലും ചിന്തിക്കുവാൻ കഴിയാത്തൊരു രംഗമാണ് നരകമെന്ന് പറയുന്നത്. അത് സാത്താനും അവൻ്റെ ദൂതന്മാർക്കുമായിട്ട് ഒരുക്കിയിരിക്കുന്ന ആ നരകവിധി താങ്ങുവാനുള്ള ഒരു ത്രാണിയും മനുഷ്യനില്ല. ദാനിയേലിൻ്റെ പുസ്തകത്തിൽ ബെൽഷസ്സർ രാജാവ് ഒരു കൈയക്ഷരം കണ്ടു, ഒരു ദൂതൻ്റെ കൈയക്ഷരം കണ്ടു. ബലവാനായ ഒരു രാജാവ്, ഒരു സാമ്രാട്ട്, ശക്തൻ, അതിസമർത്ഥൻ, അതിശക്തൻ. പക്ഷെ ആ ദൂതൻ്റെ കൈയക്ഷരം കണ്ടപ്പോൾ അവിടെ രേഖപ്പെടുത്തിയിരിക്കുക അവൻ്റെ കാൽമുട്ട് വിറച്ചു എന്നാണ്. ഞാൻ പലരോടും ചോദിക്കാറുണ്ട്, ഒരു ഏറ്റവും ബലവാനായ ഒരു രാജാവിൽ ഒരു ദൂതൻ്റെ കൈവിരൽ കൈയക്ഷരം, മേനെ മേനെ തെക്കൽ ഉൽഫർസ് എന്നാണ് അതിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഞാൻ അതിലേക്കൊന്നും പ്രവേശിക്കുന്നില്ല. ഞാൻ പറയുന്നത്, ഒരു ദൂതൻ്റെ കൈയക്ഷരം, കൈവിരൽ കണ്ട മാത്രയിൽ ബലവാനായ ഒരു രാജാവിൻ്റെ കാൽമുട്ടിടറി. അവൻ പരിഭ്രാന്തി, അവനിലൊരു മരണഭയം, അവനാകെ പേടിച്ചുപോയി, വിറച്ചുപോയി. ഞാൻ ഇങ്ങനെ ചോദിക്കാറുണ്ട്, ലോകാവസാനത്തിൽ അത്യുന്നതനായ ദൈവം വെള്ളസിംഹാസനത്തിൽ ഇരുന്ന് ന്യായം വിധിക്കുന്ന ആ നിമിഷം ആർക്കത് ദർശിക്കുവാൻ കഴിയും? അവൻ കാര്യം തീർക്കുന്ന നാളിൽ നിങ്ങളുടെ കാൽ നേരെ നിൽക്കുമോ? നിങ്ങളുടെ കൈ വിറയ്ക്കാതെ നിൽക്കുമോ? എത്രയോ ഭയങ്കരമാണ് ദൈവത്തിൻ്റെ ന്യായവിധിയിലേക്ക്. അത് സാധ്യമല്ല എന്നറിഞ്ഞുകൊണ്ടാണ് കർത്താവായ യേശു ക്രിസ്തു ഈ ലോകത്തിലേക്ക് കടന്നു വന്നത്. ആ കൂടാരത്തിൽ 2 യുവാക്കന്മാർ, ഒരുവൻ വിശ്വസിച്ചു, രക്ഷ പ്രാപിച്ചു. മറ്റവൻ വിശ്വസിച്ചില്ല, അവൻ രക്ഷ പ്രാപിച്ചില്ല.
ആരാണ് ഉത്തരവാദി അവൻ്റെ മരണത്തിന്? ഇന്നും പാപി പാപത്തിൽ മരിക്കുമ്പോൾ അതിൻ്റെ പൂർണ്ണ ഉത്തരവാദിത്വം ആ മരിക്കുന്ന വ്യക്തിക്ക്, അവൻ നരകത്തിലേക്ക് വീഴുമ്പോൾ അതിൻ്റെ ഉത്തരവാദിത്വം അവന് തന്നെയാണ്. ഞാൻ എൻ്റെ വാക്കുകളുടെ ഒടുവിലത്തെ ആശയങ്ങളിലേക്ക് കടന്നു വന്ന് അവസാനിപ്പിക്കേണ്ടതായിട്ടിരിക്കുന്നു. സമയം വളരെ കടന്നു പോകുന്നു. മോശ മരുഭൂമിയിൽ സർപ്പത്തെ ഉയർത്തിയതുപോലെ മനുഷ്യപുത്രനെയും ഉയർത്തേണ്ടതാകുന്നു. അവനിൽ വിശ്വസിക്കുന്ന ഏവനും നിത്യജീവൻ പ്രാപിക്കേണ്ടതിനുള്ളതിന് അവനിൽ നോക്കി വിശ്വസിക്കുന്ന, ആ ക്രൂശിൽ നോക്കി വിശ്വസിക്കുന്ന ഏവരും രക്ഷ പ്രാപിക്കേണ്ടതിനാണ്. നോക്കുക അങ്ങേ ആ ഭാഗത്തേക്ക് നോക്കുക. താമ്രസർപ്പത്തിലേക്ക് അഥവാ ക്രൂശ് ഉയർത്തപ്പെട്ട ക്രിസ്തുവിലേക്ക് നോക്കുക. രക്ഷയുടെ ഏറ്റവും ലളിതമായ വിശ്വാസമാർഗമാണ് അവിടെ കാണുന്നത്. നോക്കിയാൽ മതി. നിബന്ധനകളില്ല. ആ രക്ഷാമാർഗത്തിന് വിദ്യാഭ്യാസ യോഗ്യത അവിടെ പറഞ്ഞിട്ടില്ല, സാമൂഹ്യ സ്ഥാനം ഇവിടെ പറഞ്ഞിട്ടില്ല, നിന്റെ ധനസ്ഥിതി അവിടെ പറഞ്ഞിട്ടില്ല. അവിടെ പറഞ്ഞിരിക്കുന്നത് ഒന്നു മാത്രമേ ഉള്ളൂ, നോക്കുക എന്നുള്ളത് മാത്രം. ആവശ്യകത പൂർണ്ണമായി നിറവേറുന്ന രക്ഷ, പാപക്ഷമ, നിത്യജീവൻ, സ്വർഗരാജ്യം, അനുഗ്രഹത്തിൻ്റെ പട്ടിക എത്രയോ വലുതാണ്. അത് നൽകുന്ന രക്ഷാമാർഗം, സൗജന്യമായ രക്ഷാമാർഗം. ആർക്കും നോക്കാം, ആർക്കും നോക്കാം. ക്രൂശിൽ നിന്ന് യേശുക്രിസ്തു വിളിക്കുന്നു, സകല ഭൂസീമാവാസികളുമായുള്ളവരെ എങ്കിലേക്ക് നോക്കി രക്ഷപ്പെട്ടു കൊള്ളുക. ആകാശ ഭൂമിക്ക് മീതെ ഉയർന്നിരിക്കുന്നത് പോലെ, ഉദയമസ്തമയത്തോട് അകന്നിരിക്കുന്നത് പോലെ സകല മനുഷ്യരെയും തൻ്റെ രക്ഷാപദ്ധതിയിൽ ആക്കുവാൻ ആഗ്രഹിക്കുന്ന ദൈവം അരുളി ചെയ്ത ഒരു വാക്കാണ് ആർക്കും നോക്കാം. അതാണ് യോഹന്നാൻ 3:16 ഞാൻ വീണ്ടും പറയുമെന്ന് പറഞ്ഞത്. തൻ്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം അവനെ നൽകുവാൻ തക്കവണ്ണം ലോകത്തെ സ്നേഹിച്ചു. അതിൻ്റെ ഇടയ്ക്കൊരു വാക്കുണ്ട്, വിശ്വസിക്കുന്ന ഏവനും. ആർക്കും? വിശ്വാസം മാത്രം മതി രക്ഷയ്ക്ക്. അതിനോടൊന്നും കൂട്ടേണ്ട ആവശ്യമില്ല, ഒന്നും കുറയ്ക്കേണ്ട ആവശ്യമില്ല. വിശ്വാസം മതി. സർവശക്തനായ ദൈവം തൻ്റെ സർവശക്തിയിൽ, തൻ്റെ സർവജ്ഞാനത്തിൽ മനുഷ്യനാവശ്യമായ രക്ഷാമാർഗം, നിത്യത മുഴുവനും അവനെ സ്വർഗരാജ്യത്തിൽ ഇരുത്തുവാനുള്ള രക്ഷാമാർഗം തൻ്റെ സർവശക്തിയിലും സർവജ്ഞാനത്തിലും ദൈവം അത് ക്രമീകരിച്ചു കഴിഞ്ഞു. മനുഷ്യൻ്റെ ഭാഗത്ത് വേണ്ടിയത് അനുസരണം മാത്രമാണ്. നിങ്ങളുടെ കറ പുരണ്ട നോട്ടുകൾ അതാവശ്യമില്ല. രക്ഷയ്ക്ക് വേണ്ടി പ്രവൃത്തികൾ ആവശ്യമില്ല. രക്ഷിക്കപ്പെട്ടതിന് ശേഷം സൽപ്രവൃത്തികൾ മുമ്പിലായിരിക്കണമെന്ന് ബൈബിൾ പറയുന്നുണ്ട്. രക്ഷയ്ക്ക് ദൈവം ഇതൊന്നും ആവശ്യപ്പെടുന്നില്ല. അവങ്കിലേക്ക് നോക്കുക, രക്ഷപ്പെട്ടു കൊള്ളുക. ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുവാൻ ആഗ്രഹിക്കുന്നു. അതിങ്ങനെ ആയിരിക്കണമെന്ന് ഞാൻ പ്രത്യേകിച്ച് ആഗ്രഹിക്കുന്നു. അവിടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ആഹ്വാനമാണ് ക്രൂശിൽ. ഇവിടെ പിച്ചള സർപ്പം തന്നെ അതിനൊരു ശബ്ദമുണ്ടെങ്കിൽ വിളിച്ചു പറയുന്നത് പോലെ കർത്താവായ യേശുക്രിസ്തു വിളിച്ചു പറയുന്ന വാക്കുകൾ, എങ്കിലേക്ക് നോക്കുക, ഞാൻ സ്വർഗമഹിമ വിട്ട് നിന്നെ രക്ഷിപ്പാൻ വന്നിരിക്കുന്നു. എങ്കിലേക്ക് നോക്കുക, ഗെത്സമനയിൽ ഞാൻ അതിവ്യതയിലായിരിക്കുന്നു. എങ്കിലേക്ക് നോക്കുക, എൻ്റെ വിയർപ്പ് ചോരത്തുള്ളികളായി നിലത്ത് വീഴുന്നു. എങ്കിലേക്ക് നോക്കുക, ഞാൻ പീലാത്തോസിൻ്റെ മുൻപിൽ ഒരു കുറ്റവാളി പോലെ നിൽക്കുന്നു. എങ്കിലേക്ക് നോക്കുക, ഞാൻ മുൾക്കിരീടം തലയിൽ അണിയുന്നു. ഒരുവൻ എന്നെ ചാട്ടവാറുകൊണ്ട് പുറത്തടിക്കുന്നു, എൻ്റെ പുറമുഴവ് ചാല് പോലെ കീറുന്നു. എങ്കിലേക്ക് നോക്കുക, എങ്കിലേക്ക് നോക്കുക. ഒരുവൻ എന്നെ കന്നത്തടിക്കുന്നു, എൻ്റെ മുഖത്തെ രോമങ്ങളെല്ലാം പറിച്ചെടുക്കുന്നു. പിച്ചള സർപ്പമായി ഈ ലോകത്തിലേക്ക് കടന്നു വന്ന് ലോകത്തിൻ്റെ ഏകരക്ഷാമാർഗമായി തീരുന്ന ക്രിസ്തു ക്രൂശിൽ നിന്ന് വിളിക്കുന്നു, എങ്കിലേക്ക് നോക്കുക, എങ്കിലേക്ക് നോക്കുക. ഞാൻ ഭാരമുള്ള മരക്കുരിശും തോളിലേറ്റി കാൽവറി മലയിലേക്ക് നടന്നു നീങ്ങുന്നു. പാപി നോക്കുക, സ്നേഹിത നോക്കുക. വിലാപങ്ങളിൽ പറയുന്നത് പോലെ കടന്നു പോകുന്നവരെ, നിങ്ങൾക്കിതേതുമില്ലയോ? ഞാൻ അനുഭവിക്കുന്ന വ്യത നിനക്ക് വേണ്ടി എന്നുള്ളത് അറിഞ്ഞ് നീ എങ്കിലേക്ക് നോക്കുക, എങ്കിലേക്ക് നോക്കുക. എൻ്റെ കൈകാലുകൾ മരക്കുരിശിൽ ചേർത്ത് ആഞ്ഞടിക്കുന്നു. എങ്കിലേക്ക് നോക്കുക. ഇനി വാക്കുകളില്ലാതെ കൊണ്ട് അവർ എന്നെ നിന്ദിക്കുന്നു. എങ്കിലേക്ക് നോക്കുക. പ്രവചന നിവൃത്തിയായി ഇതാ ക്രൂശ് ഉയർത്തപ്പെടുന്നു. പിച്ചള സർപ്പം ഉയർത്തപ്പെട്ടു കഴിഞ്ഞു. ഭൂമിയുടെ മധ്യത്തിൽ അന്ന് നെബോ പർവ്വതത്തിൽ, അതൊരു പർവ്വതത്തിൻ്റെ ഉയരത്തിൽ, അവിടെ ഒരു കൊടിമരത്തിൻ്റെ ഉയരത്തിൽ വന്നത്, ആ പാളയത്തിൻ്റെ താഴെയുള്ളവൻ പോലും കാണണം, രക്ഷപ്പെടണം. യേശു ക്രിസ്തു യെരുശലേമിൽ ലോകത്തിൻ്റെ മധ്യത്തിൽ 4 ചുറ്റുപാടും ഭൂഗോളത്തിൽ നിന്ന് കാണുവാൻ കഴിയുന്ന വിധത്തിൽ, ആത്മദൃഷ്ടിക്ക് തികച്ചും കാണുവാൻ കഴിയുന്ന വിധത്തിൽ അവിടെയും ഒരു കുരിശിൻ്റെ മുകളിൽ ഉയർത്തപ്പെട്ടത് സർവ്വലോകത്തിന് രക്ഷാമാർഗമായി കാണേണ്ടതിന് വേണ്ടി, നോക്കി വിശ്വസിക്കുവാൻ വേണ്ടി, ലളിതമായ വിശ്വാസമാർഗത്താൽ ഇതാ ക്രൂശ് ഉയർത്തപ്പെട്ടു. എങ്കിലേക്ക് നോക്കുക. പിച്ചള സർപ്പമായ അത് ക്രിസ്തുവിൻ്റെ വാക്കാണ്.
മോശ മരുഭൂമിയിൽ ഉയർത്തിയതുപോലെ, രക്ഷാമാർഗമായി ഉയർത്തിയതുപോലെ മനുഷ്യപുത്രനെയും ഉയർത്തേണ്ടതാകുന്നു. ഇതാ ഉയർത്തിക്കഴിഞ്ഞു. എങ്കിലേക്ക് നോക്കിയ പ്രവചന നിവൃത്തിയായി ക്രൂശ് ഉയർത്തപ്പെടുന്നു. വാസ്തവത്തിൽ ഇവിടെ ഇനി ആർക്കും നോക്കാം, സകല ഭൂസിമാവാസികളുമായുള്ളവരെ എങ്കിലേക്ക് നോക്കി രക്ഷപ്പെട്ടുകൊള്ളുക. ഞാൻ ഏകദേശം സുവിശേഷത്തിൻ്റെ സുവാർത്ത ആ വിധത്തിലായിരുന്നു എൻ്റെ അവതരണം. എന്നാൽ അനേക വിശ്വാസികൾ കടന്നു വരുമ്പോൾ അവരോടായിട്ടൊരു വാക്കും കൂടി ഈ ബന്ധത്തിൽ ഓർപ്പിക്കാതെ എൻ്റെ പ്രസംഗം നിർത്തുവാൻ എനിക്ക് മനസ്സ് വരുന്നില്ല. ഇത് പാപി മാത്രമല്ല നോക്കേണ്ടത്. അങ്ങനെ ഒരു തെറ്റിദ്ധാരണയുണ്ടെങ്കിൽ നിങ്ങളത് ദയവായി ക്ഷമിക്കുക. പാപിയോടുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട വാക്ക് ആദ്യത്തേതാണ്. എന്നാൽ വിശ്വാസികൾ നോക്കണം. എന്താണ് എബ്രായ ലേഖനം പറയുന്നത്? വിശ്വാസത്തിൻ്റെ പൂർത്തി വരുത്തുന്നവനും വിശ്വാസത്തിൻ്റെ നായകനും പൂർത്തി വരുത്തുന്നവനുമായ യേശുവിനെ നോക്കുക. അവൻ വിശ്വാസത്തിൻ്റെ തുടക്കക്കാരൻ മാത്രമല്ല, പിന്നെ ആരും കൂടെയാണ് പൂർത്തി വരുത്തുന്നത്. അത് വിശ്വാസികൾക്കാണ്. വിവിധങ്ങളായ പ്രയാസങ്ങളിലോ പ്രശ്നങ്ങളിലോ കടന്നു വന്നിട്ടുള്ളവരാരെങ്കിലും ഉണ്ടെങ്കിൽ, ഏതെങ്കിലും വിശ്വാസികളുണ്ടെങ്കിൽ, ദൈവമക്കളുടെ കുടുംബത്തിൽ, വ്യക്തി ജീവിതത്തിൽ എന്തെങ്കിലും നീറുന്ന പ്രശ്നങ്ങൾ, ചെറിയ പ്രശ്നങ്ങൾ, വിഷമതകൾ, അല്ലെങ്കിൽ വിശ്വാസത്തിൻ്റെ പോരായ്മകൾ ഇല്ല. ഞാൻ അവിടെ നിർത്തി ഒരു വാക്ക് പറയട്ടെ. പിന്മാറ്റത്തിൽ ജീവിതം കഴിക്കുന്ന ആരെങ്കിലും ഒരിക്കൽ വിശ്വാസത്തിലേക്ക് വന്നവനാണ്, പിച്ചള സർപ്പത്തെ നോക്കിയവനാണ്, യേശു ക്രിസ്തുവിൻ്റെ ക്രൂശിൽ നോക്കിയവനാണ്, വിശ്വാസത്തിൻ്റെ നായകനെ നോക്കിയവനാണ്. എന്നാൽ പൂർത്തി വരുത്തുന്നതിനായ ക്രിസ്തുവിനെ വിട്ട് നിങ്ങളുടെ ഹൃദയം പിന്മാറിപ്പോയിട്ടുണ്ടെങ്കിൽ ഇന്ന് രാത്രി നിങ്ങളുടെ മടങ്ങി വരവിൻ്റെ, സന്തോഷത്തിൻ്റെ മടങ്ങി വരവിൻ്റെ, ദാവീദ് പറഞ്ഞ പോലെ നിന്റെ രക്ഷയുടെ സന്തോഷം, രക്ഷയല്ല അതിൻ്റെ സന്തോഷം എനിക്ക് മടക്കി നൽകണമേ എന്ന് പറഞ്ഞുകൊണ്ട് മടങ്ങി വരണം. മറ്റുള്ള വിശ്വാസികളും ആ കർത്താവിനെ പൂർത്തി വരുത്തുന്നതുമായ ക്രിസ്തു, നമുക്ക് നോക്കുവാൻ നൽകപ്പെട്ട ഏകനാമം കർത്താവായ യേശു ക്രിസ്തു മാത്രമാണ്. ഞാൻ എൻ്റെ വാക്കുകൾ ഇവിടെ അവസാനിപ്പിക്കട്ടെ. 2 ചെറിയ കാര്യങ്ങളും കൂടെ പറഞ്ഞ് പ്രിയ സ്നേഹിതർ ഒരു ഓൾട്ടർ കോൾ സോങ് പാടും. ഒരു തീരുമാനമെടുക്കാനുള്ള സമയം നിങ്ങൾക്ക് ആ സന്ദർഭത്തിലുണ്ട്. അതിലേക്ക് നിങ്ങൾ പ്രവേശിക്കണം എന്ന് ഞാൻ പ്രത്യേകം ഓർപ്പിക്കുന്നു. ജോൺ ബെനിയൻ, വിശ്വസാഹിത്യകാരനായ ജോൺ ബെനിയൻ, അദ്ദേഹത്തിൻ്റെ പ്രസിദ്ധമായ പരദേശി മോക്ഷയാത്ര എന്നുള്ള കൃതിയിൽ പാപിയായൊരു മനുഷ്യൻ്റെ യാത്ര അവിടെ ചിത്രീകരിച്ചിട്ടുണ്ട്. പല വിധത്തിലുള്ള ആലങ്കാരിക യാത്രകളാണ്. നിങ്ങൾക്കറിയാമല്ലോ, അദ്ദേഹം സുവിശേഷം പ്രസംഗിച്ചതിന് തടവിലാക്കപ്പെട്ട ആളാണ്. അദ്ദേഹത്തിൻ്റെ ജീവചരിത്രം ഏത് സുവിശേഷ സ്നേഹികൾക്കും വെല്ലുവിളി ഉയർത്തുന്നതാണ്. അദ്ദേഹത്തോട് പറഞ്ഞു, അന്ന് ഇംഗ്ലണ്ടിൽ സുവിശേഷം പ്രസംഗിക്കുവാൻ ലൈസൻസ് ആവശ്യമാണ്. അതിനുള്ള യോഗ്യത അദ്ദേഹത്തിനില്ലായിരുന്നു. ഇടയ്ക്ക് അദ്ദേഹത്തിനെ ജയിലിൽ നിന്ന് പുറത്തു കൊണ്ടുവന്നു. അതിനുശേഷം പറഞ്ഞു, താങ്കൾ പ്രസംഗിക്കുകയില്ല, സുവിശേഷം പ്രസംഗിക്കുകയില്ല എന്ന് എഴുതി തന്നാൽ ജയിൽ മോചിതനാക്കാം, സ്വാതന്ത്ര്യത്തിലേക്ക് പോകാമെന്ന് പറഞ്ഞു. അദ്ദേഹം പറഞ്ഞു, ആ തടവിൻ്റെ കാരാഗൃഹത്തിൻ്റെ ഉള്ളിൽ കിടന്ന്, ആ മുറിയിൽ കിടന്ന് എൻ്റെ ത്വക്കിൽ കൂണ് മുളച്ചാലും ഞാൻ എൻ്റെ ക്രിസ്തുവിനെ തള്ളിപ്പറയില്ല. എന്നെ പുറത്തു വിട്ടാൽ ഞാൻ ആ സുവിശേഷം അറിയിച്ചു കൊണ്ടിരിക്കുമെന്ന് പറഞ്ഞു. ദീർഘവർഷങ്ങൾ, ഒരു ആയുസിൻ്റെ ദീർഘവർഷങ്ങൾ അദ്ദേഹം ഇരുളടഞ്ഞ ആ മുറിയിലായിരുന്നു. അവിടെ വെച്ച് താൻ എഴുതിയതാണ് പിൽഗ്രിംസ് പ്രോഗ്രസ്, പരദേശി മോക്ഷയാത്ര. ഇന്ന് ലോകത്തിൽ ബൈബിൾ കഴിഞ്ഞാൽ ഏറ്റവും അധികം വിറ്റഴിക്കപ്പെട്ടിട്ടുള്ള കൃതി. അദ്ദേഹത്തിൻ്റെ പ്രസംഗം അനേക പാപികളെ ക്രിസ്തുവിലേക്ക് ആകർഷിക്കുവാൻ താൻ ആഗ്രഹിച്ചു, പക്ഷേ നിയമം അനുവദിച്ചില്ല. പക്ഷെ ആ കൃതിയിലൂടെ ദൈവാത്മാവ് ചെയ്തത് ആയിരങ്ങൾ, 10,000 യേശു ക്രിസ്തുവിൻ്റെ രക്ഷിതാവായി സ്വീകരിക്കുവാൻ ഇടയായിത്തീർന്നു. ഞാൻ ഇനി ആ കൃതിയിലേക്ക് വരട്ടെ. പാപിയായ ഒരു മനുഷ്യൻ, ആലങ്കാരികമായിട്ട് പറയുമ്പോൾ അദ്ദേഹം പുറത്തൊരു ഭാരമുള്ള ഭാണ്ഡക്കെട്ടും ചുമന്ന് നടക്കുവാൻ നിവൃത്തിയില്ലാതെ കൂനിയാണ് നടക്കുന്നത്. പാപം മനുഷ്യൻ എത്രമാത്രം പ്രയാസപ്പെടുത്തുന്നു എന്നുള്ളതിൻ്റെ തെളിവാണ് ആ മനുഷ്യൻ. അദ്ദേഹം നടന്ന് നീങ്ങി. ഈ പുറത്തുനിന്നുള്ള ഭാരം മാറുന്നില്ല. ഒരു സുവാർത്ത ദൂതൻ കടന്നു വന്നു. അദ്ദേഹത്തോട് തൻ്റെ സങ്കടം പറഞ്ഞു. ഈ ഭാരം എൻ്റെ മുറുകിൽ നിന്ന് മാറുന്നില്ല, എനിക്ക് നടക്കുവാൻ നിവൃത്തിയില്ല. അദ്ദേഹം ദൂരെ ഉയർത്തപ്പെട്ട ഒരു കുരിശ് കാണിച്ചു. പറഞ്ഞു, നീ ആ കുരിശിലേക്ക് നോക്കിയാൽ മതി എന്ന് പറഞ്ഞു. ആവശ്യബോധത്തോടുകൂടെ നോക്കിയാൽ മതി, രക്ഷയ്ക്കായി നോക്കിയാൽ മതി. അത് ക്രിസ്തുവിൻ്റെ ക്രൂശാണ്. നിന്റെ ഭാരം മാറ്റുവാൻ, പാപത്തിൻ്റെ ഭാരം മാറ്റുവാൻ ഉയർത്തപ്പെട്ട ക്രൂശ്. ആ മനുഷ്യൻ കുറച്ചും കൂടെ അടുത്ത് ചെന്ന ക്രൂശിലേക്ക് നോക്കി. അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്ന, ബനിയൻ രേഖപ്പെടുത്തിയിരിക്കുന്നത്, ആ മുതുകത്തെ ഭാണ്ഡക്കെട്ട് അത് ഉരുണ്ട ഒരു ശവക്കുഴിയിലേക്ക് വീണ് മറഞ്ഞു. ആ മനുഷ്യൻ നിവർന്നു. യേശു ക്രിസ്തു രക്ഷിതാവായി സ്വീകരിക്കുമ്പോൾ ഒരു മനുഷ്യൻ അനുഭവിക്കുന്ന സ്വാതന്ത്ര്യം,
അത് വാസ്തവത്തിൽ ആർക്കും വിവരിക്കുവാൻ കഴിയുകയില്ല. പിച്ചള സർപ്പത്തിലേക്ക് നോക്കുമ്പോൾ ജീവൻ തിരിച്ചു കിട്ടുന്ന ആ വ്യക്തിയുടെ സന്തോഷം പോലെയാണ് ഒരു പാവിയുടെ സന്തോഷം. ഞാൻ എൻ്റെ വാക്കുകൾ ഇവിടെ അവസാനിപ്പിക്കട്ടെ പ്രിയപ്പെട്ട സ്നേഹിതരെ. ഏറെ വൈകാതെ തന്നെ മനുഷ്യൻ ഈ സ്വപ്നലോകത്തുനിന്ന് വിട പറയേണ്ടി വരും. ദൈവത്തിൻ്റെ ദിവസത്തിലേക്ക് കാലം സമീപിച്ചുകൊണ്ടിരിക്കുന്നു. ജ്ഞാനികളുടെ ജ്ഞാനം നശിക്കും, ബുദ്ധിമാന്മാരുടെ ബുദ്ധിയും മറഞ്ഞു പോകും. മനുഷ്യന് വേണ്ടി സകല കഷ്ടതകളും ക്രൂശിൽ ശാന്തമായി അനുഭവിക്കുകയും തൻ്റെ രക്തവും ജീവനും നൽകി പാപത്തിന് പരിഹാരം വരുത്തി ഉയർത്തെഴുന്നേറ്റ് ഉയരത്തിൽ മഹിമയുടെ വലതുഭാഗത്ത് കരേറിപ്പോയ ദൈവപുത്രനായ ക്രിസ്തു ക്രൂശിൽ ഒരിക്കൽ ഉയർത്തപ്പെട്ടുവെങ്കിലും അടക്കപ്പെട്ട് പുനരുദ്ധാനം ചെയ്ത് ഇന്ന് മഹിമാസനത്തിൻ്റെ വലതുഭാഗത്തിരിക്കുന്ന ദൈവപുത്രനായ ക്രിസ്തു തന്നിൽ വിശ്വസിച്ചവരെ ചേർപ്പാൻ ഈ ലോകത്തിലേക്ക് വീണ്ടും വരും. അവൻ വീണ്ടും വരുമ്പോൾ നിങ്ങൾ അവിടെ കാണപ്പെടുമോ? ആ ഗണത്തിൽ നിങ്ങൾ ഉണ്ടാകുമോ? ഇന്ന് ചിന്തിക്കേണ്ട ഏറ്റവും വലിയൊരു വിഷയമാണ്. ഇന്ന് നിങ്ങളുടെ തീരുമാനത്തിൻ്റെ നിമിഷമായിരിക്കണം.